അടവുകളുടെ പൂരം ഇനിയുണ്ടേ. ചുവടുകൾ ഇനിയൊരു തരി മാറരുതേ. ഇനി ഈ വഴി നീളും അടവുകളുടെ പൂരം ഇനിയുണ്ടേ. കാര്യം കാണാൻ കാലിന്മേൽ തൂങ്ങുന്നു. കാര്യം കഴിഞ്ഞാൽ പിന്നെ നീയും ഞാനും തന്നെഹാ. കലികാലത്തെ കലിയെല്ലാം തീരുമ്പോൾ നാം എല്ലാരും വീണ്ടും വീണ്ടും തന്നെഹാ. ചുവടുകൾ ഇനിയൊരു തരി മാറരുതേ. ഇനി ഈ വഴി നീളും അടവുകളുടെ പൂരം ഇനിയുണ്ടേ. ചുവടുകൾ ഇനിയൊരു തരി മാറരുതേ. ഇനി ഈ വഴി നീളും അടവുകളുടെ പൂരം ഇനിയുണ്ടേ. കുറച്ച് നാളായി നിന്നെ നോക്കി നടക്കണം. അങ്ങോട്ട് ആള് മാറിയതാ. ഞാൻ പറയുന്നത് സത്യമാണ് സാറേ. അകത്തോട്ട് കയറാം. സാറേ എന്ത് തെറ്റിട്ടോ സാറേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? സാറേ സാർ പ്ലീസ് സാറേ. സാർ ഞാൻ ചങ്ങാതിയെ കണ്ട് പറഞ്ഞിട്ടുണ്ടാണ് സാറേ. നിന്റെ കച്ചവടം ഇന്ന് അവസാനിപ്പിക്കണം. അങ്ങോട്ട് കയറാം. മിണ്ടരുത് നീ. സാറേ ഞാൻ എന്റെ കാലിന് മാറ്റിക്കോട്ടെ. മരുന്ന് കേസാ. ഇവരൊന്നും ഗുണം പിടിക്കില്ല സാറേ. നമസ്കാരം, നെടുമംഗലം പോലീസ് സ്റ്റേഷൻ. നമസ്കാരം സാർ. 58-48 റോയാണ് സാർ. നാളത്തെ ഡ്യൂട്ടിയുടെ കാര്യം ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ് സാർ. നിനക്കും വിഷ്ണുവിനും പ്രതി എസ്കോർട്ടാണ് ഡ്യൂട്ടി. കുന്നംകുളം കോടതിയിലേക്ക് നിങ്ങളെ ഒരുമിച്ച് ഡ്യൂട്ടിക്കിരുതെന്ന് CI സാർ പ്രത്യേകം പറഞ്ഞിട്ടുള്ള. പെണ്ണ് കാണാൻ പോണ കാര്യം പറഞ്ഞത് കൊണ്ടാ നിങ്ങളെ ഒരുമിച്ച് ഡ്യൂട്ടി കിട്ടുന്നത്. ശരി സാർ. അവസാനം എനിക്ക് പണിയുണ്ടാക്കി വെക്കരുത്. ഇല്ല സാർ. ആ ഡ്യൂട്ടിയുടെ കാര്യം വിഷ്ണുവിന് പറഞ്ഞേക്കണം. പറയാം സാർ. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. പെണ്ണ് കാണാൻ പോണതിന് മുമ്പ് ഇതാണ് സ്ഥിതിയെങ്കിൽ പെണ്ണ് കെട്ടിയാൽ ഇവന്റെ അവസ്ഥ എന്തായിരിക്കും? കഷ്ടം. അതെ, നിങ്ങളെ എന്ന് കെട്ടിയോ അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടകാലം. എന്റെ കഷ്ടകാലം ഒന്ന് തന്നെ തുടങ്ങിയത്. ഒരെണ്ണം വച്ച് തരും ഞാൻ. ഈ കുന്ത് സ്റ്റാർട്ട് ആവണില്ലെന്ന്. ഓ നീ ഒരു കാര്യം മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള ഫംഗ്ഷനിൽ ഞാൻ അടിച്ചു പാമ്പായി നിൽക്കുമ്പോ ഇതുപോലെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി നിന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിച്ചു. അവള് സൈലന്റ് ആയി, വണ്ടി സ്റ്റാർട്ടായി. ഇനി നിങ്ങൾ മിണ്ടാതിരുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇട്ടിട്ട് പോകും. മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല സാറേ. എവിടെ നിന്നിട്ടാണ്? ഇയാളൊന്ന് ഊതിക്കേ. ഊതാൻ എങ്ങനെ? ഒന്ന് ഊതറോ. ഊതാൻ പറയും മുത്തം വെക്കണം. ഊതറോ.
സീറ്റ് മാറിയെന്നൊക്കെ ഞാൻ കണ്ട്. ആഹാ, മദ്യപിച്ചിട്ടാണല്ലേ വണ്ടി ഓടിക്കണേ? സാറേ, ഞാനല്ലേ വണ്ടി ഓടിക്കുന്നേ? ഞാൻ ഊതട്ടെ? ഇയാളുടെ ലൈസൻസ് ഉണ്ട്. അതിപ്പം ഈ രാത്രിയിൽ ഓടിക്കാൻ ലൈസൻസിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? രാത്രി ലൈസൻസ് വേണ്ട, ആ, എന്നാലും മിണ്ടരുത്, നിങ്ങൾ മിണ്ടരുത്. സർ, എന്താ? ഒരു പ്രാവശ്യത്തേക്ക് വേറെ ഒരു വഴി അല്ല ഇല്ലാത്തോണ്ടാ, പ്ലീസ്. വിടാൻ പാടില്ലാത്തതാണ്. ഞാനിപ്പോ ഡ്യൂട്ടിയിലായതുകൊണ്ട് തൽക്കാലം വിട്ടേക്കണം. താങ്ക് യു സർ. ഓ, അവിടെ സെയിം പാട്ടേക്ക് നിൽപ്പുണ്ട്. ഇയാള് ബസ് കൊടുക്കും. ഇതിലേ പോയാൽ മതി. ഉണ്ടാതിടോ, ഈ വഴി ഇതിലേ അല്ലേ? പോട്ടെ, കാണാം. ഭംഗിയുള്ള ചിരിയുണ്ടോ പോലീസ്? സൂക്ഷിച്ചു കൊണ്ടോട്ടാ. എന്താടാ നിന്നെ എത്ര നേരമായിട്ടാ വിളിക്കുന്നു? നീ എന്താ ഫോൺ എടുക്കാത്തെ? വേറെ വല്ല പെമ്പിളാരോ ഓളായിരുന്നു നീ ചാടി എടുത്താണല്ലോ. അവിടെ ഊത്ത് കിടക്കണം. നീ കാര്യം പറ. ഈടാ, നമുക്ക് നാളെ ഒരുമിച്ച് ഡ്യൂട്ടി. പ്രതിക്കോട്ടെ. അപ്പൊ നാളത്തെ പെണ്ണുകൾ നടക്കൂല്ലേ? അതേടാ. അപ്പൊ ശരിയടാ, നാളെ കാണാം. ഓക്കേടാ, ശരിയാന്ന് വെച്ചാ. ദൈവമേ, പണിക്കുറ്റങ്ങളിൽ ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണമേ. ഇനി എന്നെ ഇങ്ങോട്ട് വരുത്തരുതേ ഭഗവാനേ, കർത്താവേ. ഇവൻ എന്നും ഇത് തന്നെ പണി. ജയിലിൽ തിക്കുന്നതൊക്കെ കഴിഞ്ഞു വരുമ്പോ വണ്ടാഴി പാപം വരുന്നടാ. എവിടെ ഇവ ഇറങ്ങിയ? നീ ഇറങ്ങിയില്ലേ? ഇറങ്ങി വരുന്ന വഴിയാണ് സാറേ. ഓ, അപ്പൊ ഞങ്ങളാണല്ലേ ശകുനം. ശകുനം മോശമാടാ. ഇല്ല സാറേ, സാറുമാരാണല്ലോ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. തിരിച്ചിറങ്ങി പോകുമ്പോഴും സാറുമാരൊക്കെ തന്നെ കാണാൻ പറ്റിയല്ലോ. അത് വലിയൊരു ഭാഗ്യമായി. പുതിയ ഓപ്പറേഷൻ വലുതും പ്ലാൻ ചെയ്തോടാ? അയ്യോ ഇല്ല സാറേ, മോഷണം ഞാൻ നിർത്തി. പഴയതുപോലെ സാറുമാരെ ഇടിയടിയൊന്നും ബോഡി താങ്ങുന്നില്ല സാറേ. കുന്നംകുളത്ത് ഒരു പണി ശരിയായിട്ടുണ്ട്. ഇവരെ പണിയും അവസാനം ഞങ്ങൾക്ക് പണിയാവും ചെയ്യും. ചെല്ല്. അവൻ ശരിക്കും നന്നായിരുന്നു തോന്നണേ. പിന്നെ നന്നാവാതിരിക്കും. നല്ല ഫുഡല്ലടാ ചെയ്യുന്നത്. അത് ശരിയാണല്ലേ. മട്ടനും ബീഫല്ലേ കൊടുക്കണല്ലേ? വെറുതെ അല്ലേ തെണ്ടികൾ ഇങ്ങോട്ട് വീണ്ടും വരണേ സാറേ. എവിടെ ആള്? സാറേ വാടകയുടെ കള്ളന്മാരെ പിടിച്ച് പറയാൻ മാറിയുന്നേ സാർ സ്നേഹത്തോട് കേട്ടു. അടച്ചോളണ്ട സാറേ, അവന്മാർ ഓടി പോകാതെ. ആ വിഷ്ണു സാറ് നമസ്കാരം കേട്ടാ. റോയ് സാറിന് കേട്ടാ. മതിര ശ്രദ്ധിച്ചോണം. നാക്കോട് നമ്മൾ കെട്ടിയിട്ട് മുങ്ങണ. അറിയാം സാറേ, നമ്മുടെ സ്ഥിരം പുള്ളിയല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്കില്ല സാറേ. ശരി, ചെല്ല് അന്ന് പോവാം. നന്നായിട്ടൊക്കെ കൂട്ടിയിട്ടില്ലേ സാറേ? നീ നടക്ക്. എന്താടാ? ഒരു തലവേന. നമുക്കൊരു ചായ കുടിച്ചാലോ? പാല് വെള്ളം മേടിച്ചേരാ. നീ നടന്നേരെ. അല്ല, വൈകിട്ട് എപ്പോഴും അവിടെ പെണ്ണുകാണല്ലേ? നമ്മുടെ പെണ്ണാണല്ലേ? അതിന് കുന്നുമശാന്തനല്ലേ കാണാൻ പോണത്. വേറെ ആരും വരാനില്ലാത്തതുകൊണ്ടാ, അല്ലാതെ നിന്നെ വിശ്വാസം ഉണ്ടായിട്ടല്ല. വിശ്വാസം അതല്ലേ? അല്ലേ? അല്ല. അതെ, ഞാൻ പ്രോഗ്രാം കൂട്ടി വീട്ടിൽ വരാം. നീ അവിടെ റെഡി ആയിരുന്നാൽ മതി. പെണ്ണെങ്ങനെ? സുന്ദരിയാണോ? സുന്ദരി അയാള് സുന്ദരിയാണെന്നൊന്നും അറിയില്ല, പക്ഷെ PhD കാരി. PhD കാരിയാ? എടാ, +2 പോലും പാസ്സാതെ എനിക്ക് എങ്ങനെയാ PhD കാരിന് കിട്ടുന്നത്? എടാ, നീ കേട്ടിട്ടില്ലേ ഈ വിരുദ്ധ ധ്രുവങ്ങൾ തമ്മിൽ ആകർഷിക്കുന്നു? വിരുദ്ധ ധ്രുവങ്ങളാ? ഇതാ കുറെ ആകർഷിക്കും. വിരുദ്ധ ധ്രുവം ഓരോ പഴം എടുക്കട്ടെ സാറേ. നല്ല നാടൻ പൂന സാറേ. പൂവനാന്ന് പൂവൻ വേണ്ട. പേടായിരുന്നുണ്ടെങ്കിൽ നോക്കായിരുന്നില്ലേ സാറേ? ഓ, ചുമല ഷർട്ട് ഒന്നുകൂടി 5 വലിച്ചിട്ട് ആ ഗ്ലാസ് കൂടി ഉള്ളി കയറിയിട്ടേ. ആ ഫ്ലോ അങ്ങടെ പോയി.
ഇവിടെ സാറേ ജെയിംസ് ചേട്ടാ ഞാൻ കരുതി പോയി കാണുന്നു. ആരാണത്? എന്റെ കൂട്ടുകാരാ സാറേ, സെബാസ്റ്റ്യൻ. അതിനിപ്പോ എന്താ ഇവിടെ വെച്ച് സംസാരിക്കാനോ കാണാനൊന്നും പറ്റില്ല. അത് ചെയ്യില്ല. സാറ് വക്കീലിന് കൊടുക്കാൻ കുറച്ച് കാശുണ്ടായിരുന്നു. എനിക്ക് വേറെ വഴിക്ക് പോകാനുള്ളതാണ് സാറേ. ഇതൊന്ന് കൊടുത്തോട്ടെ സാറേ. സാറേ നടക്കില്ലേ ജെയിംസേ? എന്റെ സാറേ, വക്കീൽ കോടതിയിൽ വരുമ്പോ കൊടുക്കാനുള്ള കാശ ഒന്ന് വാങ്ങിക്കട്ടെ സാറേ. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എന്താണ് സാറേ, ഇതൊന്നും കൊടുക്കണല്ലോ ഉള്ളൂ. എന്താ സാറേ പ്ലീസ് എന്നാ കൊടുക്ക്. ഇത് കട്ടത് പിടിച്ചു കുറച്ചാണോടാ? എന്റെ സാറേ ഭാര്യയുടെ മാല പണയം വെച്ചിട്ട് കൊണ്ടുവന്നാണ്. ജെയിംസിനെ കാണാട്ടാ, മോള് ഹോസ്പിറ്റലാണേ, സുഖമില്ല, ശ്വാസം മുട്ടൊക്കെ ആയിട്ട്. ഞാൻ വന്ന് കണ്ടോളാട്ടാ. നീ ആശുപത്രിയിൽ ട്യൂഷൻ ഡോക്ടറെ കാണിച്ചോ? അതൊക്കെ കാണിച്ചോളൂ. നീ ഡോക്ടർ സാറേ ആയിക്കോട്ടെ. ഇവിടെ അവന്റെ എൻഗേജ്മെന്റ് കഴിക്കുന്നതാ. സാറേ സാറേ എന്റെ മുണ്ട് സാറേ സാറേ സൺഗ്ലാസ് വെച്ച് നന്നായിട്ടാ. അല്ലെങ്കിൽ മറ്റേ പൊള്ളലിട്ട് ചത്തനെ എന്തൊരു നോട്ടാ സാറേ. ആ സാറേ ബസ് സാറിന് സ്റ്റാൻഡേർഡ് മുട്ടുണ്ടല്ലോ. അതൊക്കെ എനിക്ക് തോന്നിയില്ല. അയ്യോ സാറേ, ഇടി കൊണ്ട് ബ്ലാഡറൊക്കെ പഞ്ചറായി കിടക്കുക. എനിക്ക് പിടിച്ചിക്കാൻ പറ്റില്ല. നിക്കറും മുണ്ടെന്ന് ഞാൻ കോടതി അകം നാറുണ്ട് സാറേ. എന്റെ കർത്താവ് ഇത് വലിയ ശല്യല്ലോ. അങ്ങോട്ടെങ്ങനെ മാറി നോക്കടാ. ഞാൻ ഓടിപ്പോന്നില്ല. അതെനിക്കറിയടാ. കറുത്ത കൗണട്ട മാലാക്ക ഇതോടെ കഴിച്ചാൽ ഫ്രീ ആയിട്ട് തരാടാ. അതോടെ ഇരുന്നോട്ടെ. ആ ഒന്നാ വേണ്ട, നന്നായി വരും സാർ. നിന്റെ കാല് പിടിച്ചതല്ല. ശരി ചെല്ല്. അവിടെ ഇരുന്നാ മതി. നീ അവിടെ ഇരുന്നാ മതിരാ. സന്തതിന് മുണ്ട് സാറന്മാരെടുത്തോ. ഒറ്റെണ്ണത്തിനും കാണാനില്ലല്ലോ. മീനേ മീന് മീനേ ചേച്ചി, മീൻ വേണ്ടേ? മീൻ നല്ല പെട്ടക്കിന് അതിൽ നടന്നിട്ടുണ്ട്. ഈ തവളക്കാലം ചെവിടുന്ന കുട്ടികൾ വരുന്നേച്ചേ. എക്സ്ക്യൂസ് മീ, മുണ്ട് ഞാൻ എടുക്കണേ. പോലീസുകാരിപ്പോ ഇങ്ങനെ ഓടിക്കുന്നുണ്ട്. നീ വഴി പോ, ഞാൻ അവിടെ നോക്കാം. അയ്യോ എന്തായി കണ്ട? കണ്ടു. എന്നിട്ട് എന്താ പിടിക്കാഞ്ഞേ? പിടിക്കേ പോണു അവൻ.
സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നീതി ലഭിച്ചില്ല എന്നാണോ നിങ്ങളുടെ പരാതി? അല്ലല്ല, സർക്കാരിന്റെ പദ്ധതികളെ അട്ടിമറിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഞങ്ങളുടെ പരാതി. ബണ്ട് നിർമ്മാണത്തിന്റെ അപാധ കൊണ്ടാണ് കഴിഞ്ഞ വർഷം കൃഷി നശിച്ചത്. ഇത് ഞങ്ങൾ അനുവദിച്ചു തരില്ല. പോലീസ് പൊന്തില്ല, തൊപ്പി പൊന്തി. കളറ് കിട്ടി പോലീസുകാർ കൊള്ളാം. നീ എങ്ങനെ ഇവിടെ വന്നേ? ഞാൻ ഇവിടെ കുളിക്കായിരുന്നു. സാറുമാർ ഇവിടെ കുളിക്കുന്നുണ്ട്. നാടകം എവിടാ ജെയിംസ്? ജെയിംസ് ആണ് എന്റെ മുന്നും പറിച്ചോണ്ട് ഓടി. തനിക്ക് നാണമില്ലൂടെ അത് പറയാൻ? അവന്മാരെ പെണ്ണ് കാണാൻ വിടാൻ താൻ അവിടെ മാരേജ് പൂരം നടത്തണം? അതല്ല സാറേ, SI സാറ് പറഞ്ഞത് കൊണ്ട് സമ്മതിച്ചാണ് സാറേ. ഇപ്പൊ തന്നെ അവന്മാര് കാരണം എന്റെ 2 ഇൻക്രിമെന്റ് പോയിരിക്കാണ് സാറേ. രക്ഷിക്കണം സാറേ. SI വന്ന ഉടനെ തന്നെ വിളിക്കാൻ പറയാം സാർ. ഈ അലപരാധന കാരണം സൂര്യ ഇല്ലാണ്ടായി. ഓരോരോ തലവേദനകള്. ഇതെന്താ കുളിച്ച് ഈറനായി നിർമ്മാല്യം തൊഴാൻ വന്നതാണ്? നിങ്ങളോട് സാർ അത് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഒരുത്ത ചാടിപ്പോയാൽ അതിന്റെ നാണക്കേട് നിനക്കൊന്നുമല്ല, ഡിപ്പാർട്ട്മെന്റിന്. അതറിയാമോ? അറിയാം സാർ. എന്തറിയാന്ന്? ഇവനെവിടുന്ന് കിട്ടി? ജെയിംസ് മിസ്സായി മുണ്ടൂർ ഭാഗത്ത് കിട്ടിയതാണ് സാർ. ഒരു മുണ്ട് കിട്ടിയാൽ ഞാൻ അങ്ങ് പൊക്കോളാം സാറേ. ഉണ്ടായിടാ, എനിക്കിവിടെ മുണ്ട് വെച്ചോടല്ലേ? അല്ല, ഇവനാണ് സാർ മുണ്ടൂർ വെച്ച് ജെയിംസിന് മുണ്ടൂരിൽ കൊടുത്ത് രക്ഷപ്പെടാൻ സഹായിച്ചത്. അപ്പോ മുണ്ടില്ലാതെയാണ് നിങ്ങൾ ജെയിംസിനെ കോടതി കൊണ്ടുപോയത്? അല്ല സാറേ, മുണ്ട് പിടിപ്പിച്ച് തന്നെ കൊണ്ടായത്. അപ്പൊ ജെയിംസിന്റെ മുണ്ട് എവിടെ? അത് മുണ്ടൂരുള്ള സ്ത്രീക്ക് കൊടുത്തു സാർ. ഇയാളുടെ മുണ്ടോ? അതാണല്ലോ സാർ ഇവൻ ജെയിംസിന് കൊടുത്തത്. ഓ, നിങ്ങളത് മുണ്ടൂരി കളിക്കായിരുന്നു. ഒരു അബദ്ധം പറ്റിപ്പോയി സാർ. എന്തബദ്ധം? നിങ്ങളുടെ അച്ഛന്മാര് സർവീസിലിരിക്കെ മരണപ്പെട്ടത് കൊണ്ടാണ് ഇത്ര ചെറുപ്പത്തിലെ നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയത്. ബുദ്ധിമുട്ടാതെ കിട്ടിയ ജോലി ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ വില മനസ്സിലാവില്ല. സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു മുണ്ട് ഒപ്പിച്ചു. കൂട്ടുകാരൻ രക്ഷപ്പെടാൻ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് കിടന്ന് നാടകം കളിക്കുന്നോ? കൊണ്ടുപോയി ലോക്കപ്പ് ചെയ്യേ. ഞാൻ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ സാറേ. സാറേ, എനിക്കും കാണില്ല സാർ ചില ആഗ്രഹങ്ങളൊക്കെ. മുണ്ടില്ലെങ്കിൽ തോട്ടമുണ്ടായാലും മതി സാർ. സാറേ, ഞങ്ങളിനി എന്തായാലും പെണ്ണ് കാണലും പുടവെടുക്കലൊക്കെ കഴിഞ്ഞില്ലേ? ഇനി കല്യാണവും മധുവതൊക്കെ കഴിഞ്ഞിട്ട് വാ. അയ്യോ സാർ. സാർ സാർ യെസ് മാം. എക്സ്പ്ലനേഷൻ ഒന്നും എനിക്ക് കേൾക്കണ്ട. വിത്തിൻ 24 hours മിസ്സായ പ്രതി എനിക്ക് കിട്ടിയിരിക്കണം. ശരി മാം. ഞാൻ ഡീറ്റെയിൽസ് എടുത്തിരുന്നു. ഇയാൾ ഇതിനു മുമ്പ് നിങ്ങളുടെ സർക്കിളിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട്, ശരിയല്ലേ? അവൻ ദൂരേക്കൊന്നും പോവാൻ സാധ്യതയില്ല മാഡം. എന്നവൻ നിങ്ങളോട് പറഞ്ഞോ? നോൺസെൻസ്. ബസ് സ്റ്റാൻഡിലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോലീസുകാരെ അയച്ചു കഴിഞ്ഞു. ആ പോലീസുകാർക്ക് സസ്പെൻഷൻ ഓർഡർ കൊടുത്തോ? കൊടുക്കാം മാഡം. അവരുടെ എത്തിയിട്ടുണ്ട് മാഡം. തീരുമാനമായി. പറയാനുണ്ടോ? കേട്ടല്ലോ, നീയൊക്കെ കാരണം SP-യുടെ വായിലിരിക്കുന്നത് മുഴുവൻ ഞാനാ കേട്ടത്. ചെയ്ത പണിക്ക് ഡിപ്പാർട്ട്മെന്റ് വക താമ്രപത്രം മെയിൽ വന്നിട്ടുണ്ട്. അത് മേടിച്ചിട്ട് വീട്ടിൽ പോക്ക്. ചെല്ലി. നോ, ഇനിയൊന്നും എനിക്ക് കേൾക്കണ്ട. ചാടിപ്പോയാൽ വേറെ എന്തെങ്കിലും പണിയൊപ്പിച്ചാൽ അതിനുള്ള സമാധാനം കൂടി നിങ്ങൾ പറയേണ്ടി വരും. മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. അവന്മാരുടെ ഓർഡർ അങ്ങ് കൊടുത്തിട്ട് എന്തൊരു നാറ്റോടാ വെള്ളത്തിന്. നാറ്റം മാത്രം. ചോറിച്ചിലോ ചിരിച്ചിരിക്കേ. അമ്മച്ചി പറഞ്ഞല്ലേ കഴുകി തരാം. വേണ്ട അമ്മച്ചി, ഞാൻ വീട്ടിലേക്കല്ലേ പോണേ. നിന്റെ കൂലി ഒരുക്കൊന്നും കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ആ ബ്രോക്കർ പിന്നെയും വിളിച്ചിരുന്നു. അമ്മച്ചൊന്നും മിണ്ടാണ്ടിരുന്നേ. ഇവിടെ തലയ്ക്ക് ഓളം പിടിച്ചിരിക്കുമ്പോഴാ പെണ്ണ് കാണലും എനിക്ക് വേണമെങ്കിൽ പോണ്ട. അതിനെന്തിനാ എന്റെ ബക്കറ്റ് കയറുന്നു? അതെ, ഇപ്പോഴത്തെ പെമ്പിള്ളേർക്കൊന്നും പോലീസുകാരെ വേണ്ട. ഇപ്പൊ തുടങ്ങിയ 10-35 വയസ്സാകുമ്പോഴേക്ക് പെണ്ണ് കിട്ടും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട.
നിനക്ക് അമ്മയോട് ഇത്തിരി മയത്തിൽ സംസാരിച്ചൂടെ? മയത്തിലും നയത്തിലും സംസാരിച്ചാലേ ഇപ്പൊ തന്നെ സസ്പെൻഷനായി പറയേണ്ടി വരും. അയ്യോ ആണോ? എന്നപ്പോ പറയണ്ട, അത് മതി അടുത്ത അറ്റാക്ക് വരെ. ഇനി ജോലിക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവനെ കിട്ടണ്ടേ? പിന്നല്ലാതെ. അപ്പന്റെ കല്യാണോ? അതൊക്കെ ഇനി പരപ്പാറ ജെയിംസ് തീരുമാനിക്കും. എത്തിയോ വീരശൂര പരാക്രമി? മോനെ, നീ പുഴയെ ചാടി ഏതോ കള്ളനെ പിടിച്ചു ലക്ഷ്മി മോള് പറഞ്ഞല്ലോ, നേരാ? ലക്ഷ്മിയാ? അവളോടാരാ പറഞ്ഞേ? പറയണോ? അവള് TV കണ്ടൂന്ന്, അവിടുത്തെ ലോക്കൽ ചാനലിൽ പല പ്രാവശ്യം കാണിച്ചു. ഈ ലോക്കൽ ചാനലുകാരെ കൊണ്ട് തോറ്റു. അലവലാദികള് ക്യാമറ നോക്കിക്കൊണ്ട് ഇറങ്ങിക്കോളും, ചുമ്മാ മനുഷ്യന്മാരെ നെറ്റിക്കാൻ. 4 ആൾ അറിയുന്നത് നല്ലതല്ലേടാ. നിന്റെ അച്ഛനും ഇതേ സ്വഭാവമായിരുന്നു. പേരും പ്രശസ്തിയൊന്നും ഒട്ടും ഇഷ്ടല്ലായിരുന്നു. ആഹാ, മോൻ എത്തിയോ? അച്ഛമ്മ എല്ലാം അറിഞ്ഞു. ദേ, ഇന്നാണ് നീ ശരിക്കും എന്റെ നാരായണന്റെ മോനായത്. പോലീസായ ഇങ്ങനെ വേണം. കെട്ടാൻ പോണ ചെക്കന്റെ കേമത്വം ലക്ഷ്മി മോളുടെ വീട്ടുകാരും കൂടി ഒന്ന് അറിയട്ടേടാ, അല്ലേ മോളെ? അച്ഛമ്മക്ക് സന്തോഷായി. ആ സന്തോഷം കുറച്ച് കഴിയുമ്പോ സങ്കടം ആയിക്കോളും. ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ സത്യമാണല്ലോ അല്ലേ? സത്യമാണോ? അതെ സാറേ. 6 പവന്റെ മാലയാണ് മോഷണം പോയിരിക്കുന്നത്. എന്റെ താലിമാലയായിരുന്നു. അല്ലേ ഈ ഭർത്താവങ്ങാനം എടുക്കാൻ സാധ്യതയുണ്ടോ? അല്ലേ ഈ പണയം വെക്കാനോ മറ്റോ? ഇല്ല സാറേ, അങ്ങേര് സ്ഥലത്തില്ല. 2 വർഷമായിട്ട് ദുബായിലാ. ഇത് ഞാൻ കുളിക്കാൻ പോകുമ്പോ മേശപ്പുറത്ത് ഊരി വെച്ചതാ. തിരിച്ചു വന്ന് നോക്കുമ്പോ സാധനം കാണാനില്ല. ഓഹോ, മോഷണം നടന്ന രീതി വെച്ച് നോക്കുമ്പോ ഇത് വണ്ടാഴി പാപ്പച്ചനാവാനാണ് സാർ സാധ്യത. വേറെന്തെങ്കിലും ക്ലൂ കിട്ടിയോ? ഒരുത്തൻ മതിൽ ചാടി പോകുന്നത് ഒരു മീൻകാരി തള്ള കണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ താനൊരു കാര്യം ചെയ്യും, പോകുമ്പോ ആ വണ്ടാഴിയെ കൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോക്കോ. സർ, ആ സ്ത്രീയെ വിളിച്ച് അവനൊന്ന് കാണിച്ചു നോക്ക്. തിരിച്ചറിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായല്ലോ. ശരി സർ. സാറേ, എന്റെ മാല കിട്ടുമല്ലോ അല്ലേ? നമുക്ക് നോക്കാം. പുറത്താണല്ലോ കർത്ത. പോലീസൊന്നും ഉറക്കില്ല. ഇനി ഇവിടെ എന്നാ ശരിയാവില്ല. നെടുമംഗലം പോലീസ് സ്റ്റേഷൻ. വനിതാ പോലീസ് SI സാർ അകത്തുണ്ടോ? ആ ഉണ്ട്. ഒന്ന് മീറ്റ് ചെയ്യാനാ. വെറുതെ നിൽക്കല്ലേ, ഒന്ന് നോക്കിക്കോണേ, ഞാൻ ഇപ്പൊ വരാം. എന്താ? ഒന്നുമില്ല സാറേ, പൈസ മടിയില്ല ചേട്ടാ. ഒന്ന് നോക്കിയേ, അവൻ തന്നെയല്ലേ അന്ന് മതിലയാടിയത്? ശരിക്കും നോക്ക്. ഇവനെ കണ്ടിട്ട് ഒരു പാവത്താനെ പോലെ ഉണ്ടല്ലോ സാറേ. ഇവന്റെ നോട്ടം കണ്ടാലറിയാം ഇവൻ പഠിച്ച കള്ളനാണെന്ന്. സാറേ, ഇവൻ ഇങ്ങനെ നിർത്തിയാ ഞാൻ എങ്ങനെയാ തിരിച്ചറിയാ? പിന്നെ എങ്ങനെ നിർത്തണം? ഇവനോട് തിരിഞ്ഞു നിൽക്കാൻ പറ സാറേ. മതില് ചാടിയവന്റെ പുറകു വശല്ലേ സാറേ ഞാൻ കണ്ടത്? ഇതവനല്ല സാറേ, അവന് ഷർട്ടും മുണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവൻ അത് രണ്ടുമില്ല. നിക്കണ നിപ്പ് കണ്ടില്ലേ, നാണം കേട്ടവൻ. ഓ, അതിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഇറങ്ങി പോതല്ലേ മനുഷ്യൻ മെനക്കെടുത്താതെ. അത് ശരി, ഇപ്പൊ എനിക്കായ കുറ്റം. കള്ളനെ കിട്ടാത്ത എന്റെ നെഞ്ചത്ത് കയറിയിട്ട് എന്താ കാര്യം?
ഞാൻ പോവാ. മനുഷ്യനാണെങ്കിൽ കാലുകൊണ്ട് തീരെ വയ്യ. എനിക്ക് കുന്നൊന്ന് അവിടെ മാറ്റിയേ. ഇതൊന്ന് പിടിച്ചേ മോളെ, ഇതൊന്ന് പിടിക്കാൻ. പൊന്തിക്ക്. ഇവിടെ തൊള്ളയും പൊളിച്ച് നിന്ന് നേരം കൊണ്ടേ എനിക്ക് 10 ചാള വിൽക്കായിരുന്നു. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എന്തായി? ഇവൻ വല്ലതും പറഞ്ഞോ? ഇല്ല മേഡം, ഇതുവരെ ഇവൻ വാ തുറന്നിട്ടില്ല. നീ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിന്റെ വിരലടയാളം അവിടെ വന്നത്? എന്റെ വിരലടാവോ? എന്നാ പിന്നെ ഞാൻ തന്നെ ആയിരിക്കും. മുണ്ടൂര് കള്ള് ഷാപ്പിൽ നിന്ന് ഒരു കുപ്പി കള്ളും കപ്പയും കഴിച്ച് തിരിച്ചു വരുന്ന വഴിക്കാണ് സാറേ ഒരു സ്ത്രീ അടുക്കള വാതിൽ ചാരി കുളിക്കാൻ പോകുന്നത് ഞാൻ കണ്ടത്. സാറേ മാല കെട്ടി വെച്ച മുണ്ടും പറിച്ചുകൊണ്ടാണ് മാഡം അന്ന് ജെയിംസ് ഓടിയത്. കിട്ടിയ അവസരം കളഞ്ഞു കുളിച്ച തെണ്ടി. സാറേ റോയും വിഷ്ണു പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഇവൻ പറഞ്ഞത് ശരിയാവാനാണ് സാധ്യത. വേണം ജെയിംസിനെ കിട്ടി കഴിയുമ്പോ നീ പറഞ്ഞ കഥ വല്ല മാറിയ പിന്നെ വേറെ കഥ പറയാൻ നീ ജീവനോട് ഉണ്ടാവില്ല. മനസ്സിലായോ? ഇന്ന് തന്നെ FIR ഇടണം. ശരി മാഡം, ഞാൻ ഇറങ്ങുന്നു. ഇതിപ്പോ എങ്ങനെയാ FIR ഇടാൻ പോകുന്നത്? ശിക്ഷ കഴിഞ്ഞിറങ്ങി ഒരുത്ത് മോഷിച്ച മുതൽ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ മറ്റൊരുത്തൻ അടിച്ചുകൊണ്ട് പോയെന്നോ? ചിലപ്പോ അങ്ങനെ ചെയ്യേണ്ടി വരും സാർ. പണി പോയി പെണ്ണും പോയി. ചേട്ടനെ എനിക്ക് കാണാനില്ല. എനിക്ക് ജീവിതകാലം മുഴുവൻ ഒരുക്കം നടക്കേണ്ടി വന്നു എനിക്ക് തോന്നുന്നു. ഇത് വന്നേ സസ്പെൻഷനായിട്ട് കുറെ നാളായി. ഇനിയിപ്പോ എന്താ ചെയ്യാ? എടാ നമ്മുടെ അസോസിയേഷൻകാർ കുറെ പറഞ്ഞു നോക്കി, ടെസ്റ്റ് അടുക്കണില്ല. ആ പെൺപിള്ളേക്ക് വല്ല വേഷം മേടിച്ചു കൊടുക്കണം. അയാള് ലിപ്സ്റ്റിക്കും മേക്കപ്പ്. എടാ ചാടിപ്പോനെ കിട്ടിയിട്ടാലോക്കാണ് പുള്ളിക്കാരി പറയണത്. എടാ നമ്മളിപ്പിന്നെ എന്ത് ചെയ്യുന്നത്? ഇത് നമ്മൾ അറിഞ്ഞോട് ചെയ്താണോ? അന്ന് പൈസ ആയിട്ട് വന്നവനേലും കിട്ടിയാ മതി. പിന്നെ അല്ല ജെയിംസിനെ കുറിച്ച് ക്ലൂ കിട്ടിയാനെ. എടാ അവനെ ഇനി നമ്മളെ എവിടെ പോയി തപ്പാനാണ്? ഇനിയിപ്പോ രണ്ടും കളിപ്പിച്ച് നമ്മൾ ഇറങ്ങേണ്ടി വരും. ഓ പിന്നെ നമ്മളോട് കളിപ്പിച്ചിറങ്ങിയപ്പോ അവനോട് കിട്ടില്ല. ഇതെനിക്ക് പണിയാവുന്ന തോന്നണേ. എടാ എനിക്ക് ഈ പണി കിട്ടിയതൊന്നും പോരെ? നീ ഒന്ന് അടങ്ങടാ. ദേ ജെയിംസിന് നമ്മളെന്നെ പൊക്കിയിരിക്കും, ജോലി തിരിച്ച് കയറുകയും ചെയ്യും. എന്താ പോരെ? എടാ പോരടാ, നമ്മളായിട്ട് കളഞ്ഞ നമ്മുടെ അപ്പന്മാരുടെ പേര് നമ്മളായിട്ട് തന്നെ തിരിച്ചു പിടിക്കണം.
എന്ത് ടണ്? ഇനി അവനെ കിട്ടിയാലുള്ള ടണ്. ഡൺ. ഉറപ്പാണോ? ഉറപ്പ്. മേലെ ശൂന്യാകാശം, ചുവടെ നീളും ഭൂമി, വാനിൽ മോഹക്കിണ്ണം ആരോ കൊണ്ടേ പോയേ. അവനെ ഇരുമിഴി തേടി അലയും പലകോണിൽ, മനസ്സിൽ ഒരു മുഖമല്ലോ മിന്നും എന്നും കണ്ടെത്താനാവാതെ മാനം കാക്കാനായി ഓരോ വേഷം മാറി ഇനിയോട്ടം. മേലെ ശൂന്യാകാശം, ചുവടെ നീളും ഭൂമി, വാനിൽ മോഹക്കിണ്ണം ആരോ കൊണ്ടേ പോയേ. ഇരുവരുമയ്യോ ഇരുകര പോലെ ഇനിയും ചേരുന്നില്ലേ. അളവുകൾ ഓരോന്നേ അടിമുടി പാടുന്നേ വരണേ തേടണ വള്ളി കാലില് വന്നേ രണ്ടും കാണുന്നില്ലേ. ആരും കാണാതെ നീ അതിലേക്കോ മായുന്നു. ഇരതേടും പുലി പോലെ മടിയാതെ കിടറാതെ ഒരു സമയം കളയരുതേ. വാനം കാക്കാനായി കളിയാട്ടം, ഓരോ വേഷം മാറി ഇനിയോട്ടം. മേലെ ശൂന്യാകാശം, ചുവടെ നീളും ഭൂമി, വാനിൻ മോഹക്കിണ്ണം ആരോ കൊണ്ടേ പോയേ. വഴിയരികെങ്ങോ ചെറുചിരി കണ്ട ഒരുവൻ കൂടെ പോകും. തലയിൽ തൊപ്പി വരണത് നോക്കി ഇനിയും കാവൽ നിൽപ്പാ. മാനം മുട്ടും ഭാഷ യാനയ്ക്കൊപ്പം വാശി. ഗതിവേഗം കുറയല്ലേ, ചുവടൊന്നും പിഴയല്ലേ, അണയൂ സമയം കളയരുതേ. മാനം കാക്കാനായി കളിയാട്ടം, ഓരോ ദേശം മാറി ഇനിയോട്ടം. ഇവിടുന്ന് വല്ലതും കിട്ടണേ. 2-3 മാസമായി പട്ടിണിയാ. ഒന്നും വല്ല ചെയ്യടാ. എടാ ഈ തൈലം ചതവിന് ബെസ്റ്റാന്നാടാ വൈദ്യുതി പറഞ്ഞത്. ഒരു ചവിട്ട് അങ്ങോട്ട് തന്നാണ്ടല്ലോ. ചൂടുവെള്ളം. കർത്താവ് പുഴുങ്ങാനാണോ? ഓ, എന്നാലും ബൈക്കിന്ന് വീണ ഇത്രയൊക്കെ പറ്റൂടാ. ഭാഗ്യം, കൂടുതലൊന്നും പറ്റിയില്ലല്ലോ. ഇതിൽ കൂടുതൽ എന്ത് പറ്റാൻ? എന്നാലും തിണ്ടികളുടെ ടൈമിൽ അപാരം തന്നെ. ഇടിയുള്ളത്ത 1 ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല. കള്ളന്മാരുടെ ശല്യക്കാരനെ പൊറുതി പൊട്ടി കാവലിരുന്നമാരുടെ മുന്നിൽ ചെന്ന് പെട്ടതാ പ്രശ്നമായത്. മണ്ടന്മാരെ, എടാ ഇങ്ങനെ ഓടി നടന്നാലൊന്നും കള്ളനെ പിടികിട്ടില്ല. അതിനൊക്കെ ഇല്ലേ ചില നേരവും കാലവും ഒക്കെ നോക്കണം. 2 ദിവസം കഴിഞ്ഞ വാവായി ചാകാൻ ഊർദ്ധശ്വാസം വലിച്ചു കിടക്കണ കള്ളന്മാര് വരെ അന്ന് കക്കാനിറങ്ങും. ആ സമയത്ത് ഇറങ്ങിയാൽ നിങ്ങൾക്ക് അവനെ പിടിക്കാം.
അവനിതുവരെ ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. ധൃതി വെക്കല്ലേ, ഞാൻ ദേ വരുന്നു. കേറി വാ. കഥ കടച്ചു സെറ്റപ്പാണല്ലേ. അപ്പൊ ഇത് മൊത്തം ഫ്രീ ആണല്ലേ? ചാവണമില്ല പണ്ട. പിന്നെ തടിയില്ലാത്തൊരാൾ വന്നിരിക്കുന്നു. തടി വെച്ച് വന്നാലേ കഷ്ടപ്പെടുന്നത് ഞാനാ. കുറക്കണം. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുക കിളവൻ. എന്നാലും ഉസൃതിക്ക് ഒരു കുറവുമില്ല. എന്നെ അത്ര ഇഷ്ടമാണെങ്കിൽ എന്റെ കഴുത്തിലൊരു താടി കെട്ടിക്കണം. വെറുതെ പറഞ്ഞതാണ് കള്ളൻ. വേണ്ടി വെക്കരുത്. വെച്ചോളൂ. ഇടിയം വരാൻ മുതൽ പണി. എന്തെങ്കിലും കുഴപ്പമില്ല. പട്ടിയിൽ കുറേ കണ്ടല്ലോ. ചിലപ്പോൾ അങ്ങോട്ട് ഉണ്ടല്ലോ. നമുക്കെന്തായാലും വണ്ടി സൈഡായി നോക്കിത്തരാം. ഇറങ്ങടാ. ഈ പരപ്പാറ ജെയിംസ് ഇങ്ങനത്തെ ഉള്ള ഏരിയകൾ മാത്രമേ കക്കുള്ളൂ. ഇവിടെ ഏതാണ്ട് ഒരു 7 വീടുണ്ട്. മിക്കവാറും ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് മരക്കുള്ളവരുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് അവൻ തപ്പി പിടിച്ച് കണ്ടു കിട്ടിയാൽ മതി. നോക്കണം. ഇതവനല്ലടാ പരപ്പാറ ജെയിംസ്. ജെയിംസ് അല്ലേ പേര് കഴിച്ച് പിന്നീട് ഞാൻ ചെല്ലി ഇവിടെ ഞങ്ങളുടെ ജോലി വളരെ തെറ്റി. നിന്റെ ഭാര്യനൊന്നല്ല ഞാൻ ഒളിഞ്ഞു നോക്കിയത്. നിങ്ങൾ അവനൊരു 6 അടി പൊക്കണ്ടാണെന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ വട്ടം കയറി പിടിച്ചതാ. പക്ഷെ പിടി കിട്ടി. ഇപ്പോ സസ്പെൻഷനിലാണെങ്കിലും ഇനി അങ്ങട്ട് നല്ല സമയം. പിടിച്ചാ പിടി കിട്ടില്ല. ആ പണിക്കര് പറഞ്ഞ അച്ചട്ടായി തെണ്ടി. ഈ പട്ടി എറിഞ്ഞ് കുറയ്ക്കുന്നതിനാണ് ആരെങ്കിലും ജനലിന് പട്ടി അവിടെ നിന്ന് മനുഷ്യനെ ശല്യം ചെയ്യാനായിട്ട് പട്ടി കുറയ്ക്കാനായിട്ട് നോക്കാൻ ഇറങ്ങിയതാ.
മാർഗഴി മാസം അല്ലടാ. ഒന്ന് പോതല്ലേ, പട്ടി കലണ്ടർ നോക്കിയിട്ടല്ലേ കുറയ്ക്കാൻ നടക്കുന്നത്. ഒന്ന് പോ പിശാച് പട്ടി, മനുഷ്യനെ പേടിപ്പിക്കാണ്ട്. ഇവിടെ ഇങ്ങൊന്നും കാണാനില്ലല്ലോ. എന്ത് കണ്ടിട്ടാണ് ഈ പട്ടി ഇങ്ങനെ ഇടന്ന് കുറയ്ക്കുന്നത്? മനുഷ്യനോ? വിഷ്ണു ഇവനിത് എവിടെ പോയി കിടക്കണം? വിളിച്ചോക്കാം. പിന്നെ നാട്ടുകാരെല്ലാം പോയി പെട്ടോ ദൈവമേ. കണ്ണ് കാണാനില്ലല്ലോ. പാമ്പാണോ? ഞാനാലും അതിന്റെ പിന്നാലെ പോയി ആ ചാണകോടിയിൽ വീണടാ. നീ ഇത് കണ്ട? നീ എന്താ മൊബൈൽ എടുക്കാത്തെ? എത്ര നേരം കാത്തിക്കണത് ഇവിടെ? എന്റെ മൊബൈലൊക്കെ പോയടാ. ആ നാട്ടുകാർ തണ്ടിയിൽ പോകണ്ട്. എനിക്കിവിടെ വരാൻ പറ്റുമോ? വാ, ഒന്ന് വണ്ടി കയറി. ഏതൊരു അലവരാതി വായു വഴിക്കാൻ കൊണ്ടല്ലോ. തൂട്ടല്ലേ തൂട്ടാൻ പറ്റിയ സാധനം. എടുക്കടാ. എന്തായിരുന്നു എന്റെ ജീവിതം ചാണകത്തെ മുങ്ങി. കറക്റ്റ്. നോക്കണേ. കാത്തിരുന്ന പെണ്ണല്ലേ. എന്ത് വേണേ? എന്താടാ ഇഷ്ടായില്ലേ? പോലീസ് നിർദ്ദേശിച്ചു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന നാട്ടുകാരുടെ ആരോപണത്തിൽ കഴമ്പുണ്ടെന്നാണ് ഞങ്ങളുടെ ലേഖകൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്ഥിരമായി മോഷണം നടക്കുന്ന മേഖലയായതിനാൽ പ്രദേശവാസികളുടെ നിരീക്ഷണത്തിലായിരുന്നിട്ടും ഇങ്ങനെ സംഭവിച്ചതിൽ ആളുകൾ പരിഭ്രാന്തിയിലാണ്. പെരുന്നീ ഭാഗത്ത് താമസക്കാരനായ കുട്ടപ്പൻ എന്ന യുവാവിനാണ് അജ്ഞാത ജീവിയെ കണ്ട് മാനസിക സ്ഥലത്തെത്തിയ ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ സഹായത്തോടെയാണ് കുട്ടപ്പനെ ഒരു പാവത്തിന് പ്രാർത്ഥനാക്കിട്ട് ഇരുന്ന് ചിരിക്കണല്ലേ. പിന്നല്ലാണ്ട് അവരങ്ങനെ ഇതേ മേഖലയിൽ ആൾക്കുരങ്ങിന്റെ രൂപസാദൃശ്യമുള്ള അജ്ഞാത ജീവിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ടായി. ആൾക്കുരങ്ങിന്റെ രൂപസാദൃശ്യമുള്ള അജ്ഞാത ജീവി, അത് കറക്റ്റാണ്. അങ്ങനെ കുട്ടപ്പനെ അടുത്തൊരു തീരുമാനമായി. സസ്പെൻഷനില്ല, എന്നിട്ടും പിള്ളേരുടെ ചിരിക്കും കളിക്കും ഒരു കുറവുമില്ല. നിന്റെ അമ്മയുടെ വർത്തനം കേട്ടതൊന്നും നമ്മൾ ആദ്യം സസ്പെൻഡ് ചെയ്യുന്നത്. പരാതി ഉയർന്നിട്ടുണ്ട്. പെരുന്നീ ഭാഗത്ത് ഇന്നലെ നടന്ന മറ്റൊരു സംഭവത്തിൽ വൃദ്ധ ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. റിട്ടയേർഡ് വില്ലേജ് ഓഫീസറായ സുധാകരനും ഭാര്യയുമാണ് ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. മോഷണ ശ്രമവുമായി ഇവർക്കാരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നായോ മറ്റെന്തെങ്കിലും ഭീഷണികൾ നിലനിന്നിരുന്നായോ അയൽവാസികൾക്ക് അറിവില്ല. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണ നടപടികൾ ആരംഭിച്ചതായി ഞങ്ങളുടെ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു. നാട്ടിൽ ക്രമസമാധാന നില തകർന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കൊലപാതകങ്ങളെന്ന് പ്രതിപക്ഷ MLA മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങൾക്കെല്ലാം വലിയ കാര്യമാണ്. തന്നോട് പ്രത്യേകം പറയണം, അങ്ങോട്ട് മാറിക്കിടും. തന്നോട് പറഞ്ഞ അങ്ങോട്ട് മാറി. അത് ശരി, രാവിലെ തന്നെ വിറ്റാണല്ലോ.
ഇനിയിപ്പോ ഇവിടെ കയറിയ തന്നെയായിരിക്കുമോ എന്റെ മാലി മോഷ്ടിച്ച്? എന്താടോ? ഒന്നുമില്ല സാർ, വയറിനൊരു പിടുത്തം. നിങ്ങളുടെ ഡിവൈഎസ്പി എത്തിയില്ലടോ ഇതുവരെ? പുറപ്പെട്ടു മാഡം, ഇപ്പൊ എത്തും. മരിച്ചവരുടെ ബന്ധുക്കൾ ആരെങ്കിലും വന്നോ? സുധാകരനും ഭാര്യ രമണിക്കും ഒരു മകള് മാത്രം ഉണ്ടായിരുന്നുള്ളൂ മാഡം. അവരെത്തിയിരുന്നു. സുധാകരനും ഭാര്യയ്ക്കും ജോലി വലുതും ഉണ്ടായിരുന്നോ? സുധാകർ ഒരു വില്ലേജ് മാൻ ആയിരുന്നു. 7 വർഷം മുമ്പ് റിട്ടയർഡായി. ഭാര്യ ഹൗസ് വൈഫാണ്. ഇതാണ് മകള്. മാഡം, എന്തൊക്കെയാണ് മോഷണം പോയിട്ടുള്ളതെന്ന് അറിഞ്ഞോ? കൊല്ലപ്പെട്ട സ്ത്രീയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല കാണാതായിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടതെന്ന് കൃത്യമായിട്ട് അറിയില്ല മാഡം. മകളോട് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ കാര്യങ്ങൾ സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല വരുന്നു. പ്രതികളെ കുറിച്ച് എന്തെങ്കിലും വിവരം? ഇതുവരെ ഒന്നുമില്ല മാഡം. ചില രേഖകൾ കത്തിച്ചായി കാണുന്നുണ്ട്. പിന്നെ ഇവിടെയെല്ലാം മുളക് പൊടി വിതറിയിട്ടുണ്ട് മാഡം. ഒരു പിടിവലി നടന്നതായിട്ടുള്ള ഒരു ലക്ഷണമുണ്ട് മാഡം. സീനിലെ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ മോഷണത്തിനിടയിലായ കൊലപാതകമാവാനാണ് സാധ്യത. പിന്നെ ഇന്നലെ രാത്രി ഇവിടെ വേറൊരു മോഷണം നടന്നിട്ടുണ്ട് മാഡം. ഒരു ആട്ടുംകുട്ടി. പിന്നെ നമ്മുടെ ഷാഡോസിനെ വിട്ട് ഈ പരിസരത്തൊക്കെ ഇപ്പൊ തന്നെ ഒരു അന്വേഷണം നടത്തണം. സംശയമുള്ളവരൊക്കെ നിരീക്ഷണത്തിലും വെക്കണം. പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ നിങ്ങളും കൂടെ ഉണ്ടാവണം. ഓക്കെ മാഡം. പോലീസ് സർജന്റെ ഫസ്റ്റ് ഒപ്പീനിയൻ എന്താണെന്ന് അറിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കണം. ശരി മാഡം. പിന്നെ മീഡിയയോട് ആരും ഇപ്പോൾ ഒരു അഭിപ്രായവും പറയാൻ നിൽക്കണ്ട. ഇതാരാ? ഞാനിവിടുത്തെ മരുമോനാണ്. പേര് രാജൻ. ഒരു മരുന്ന് കമ്പനിയിലെ ഡ്രൈവറാണ്. അടിച്ചിട്ടുണ്ട്. വിഷമം കൊണ്ടാണ് സാറ്. എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ? അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ ഒന്നും പറയാറായിട്ടില്ല. No more questions, please. പ്ലീസ്. താങ്ക് യു സർ. പോയിസണിങ് ആകാനാണ് സാധ്യത. എന്തോ മണപ്പിച്ച് രണ്ടുപേരെയും ബോധം കെടുത്തിരിക്കാനാണ് ചാൻസ്. സർ, വേറെന്തെങ്കിലും? മരണപ്പെട്ട രമണിയുടെ നഖങ്ങളിൽ നിന്നും 2-3 മെയിൽ ഹെയർസ് കണ്ടെടുത്തിട്ടുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി അത് കൊലയാളിയുടേതായിരിക്കും. മരണോദ്ദേശം എത്ര മണിക്ക് സംഭവിച്ചിട്ടുണ്ടാവും സർ? ഏകദേശം ഇന്നലെ രാത്രി 12 മണിയോട് കൂടി മരണം നടന്നു കാണണം. ഈ രമണിയുടെ ബോഡിയിൽ ലൈംഗിക പീഡനമോ മറ്റോ? ഇല്ല, അങ്ങനെയുള്ളതായിട്ടൊന്നും കാണുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പെട്ടെന്ന് തന്നെ കിട്ടിയിരുന്നെങ്കിൽ അന്വേഷണത്തിനൊരു സഹായമായേനെ. ഷുവർ ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞത് ചില പ്രാഥമിക ഫൈൻഡിങ്സ് മാത്രമാണ്. യെറ്റ് ടു ബി കൺഫേംഡ്. സോ കീപ് ഇറ്റ് ആസ് കോൺഫിഡൻഷ്യൽ. ഷുവർ സർ. താങ്ക് യു സർ. ഇറ്റ്സ് ഓക്കെ. മരിക്കുന്നതിന് മുമ്പ് വിമല അമ്മയും അച്ഛനെ അവസാനമായി കണ്ടത് എപ്പോഴാണ്? കഴിഞ്ഞ ഒക്ടോബർ 2-നായിരുന്നു സർ. എവിടെ വെച്ചാ കണ്ടത്? അച്ഛനും അമ്മയും കാണാൻ ഞങ്ങൾ വീട്ടിലേക്ക് പോവുമായിരുന്നു. അച്ഛനെയും അമ്മയും പോയി കാണാൻ വിശേഷിച്ചെന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നു സർ. സ്ത്രീധന ബാക്കി 6 മാസത്തിനുള്ളിൽ കൊടുത്തോളാം എന്നുള്ള ഉറപ്പിലാണ് എൻ്റെ വിവാഹം നടത്തിയത്. വിവാഹത്തിന് ശേഷം അച്ഛനും അമ്മയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. രാജേട്ടൻ നന്നായി മദ്യപിക്കും, ചീറ്റുകളിയുണ്ട്. നിന്റെ തന്ത പിന്നെ പറഞ്ഞ കാശ് തരാൻ പറ, അല്ലെങ്കിൽ പിള്ളേരെ വിളിച്ചിട്ട് വീട്ടിൽ പോണേ. എന്താ രാജേട്ടാ, അച്ഛൻ കുറെ സഹായിച്ചിട്ടില്ലേ രാജേട്ടനെ? ഇങ്ങോട്ട് ന്യായം ഉണ്ടാകണം. തൽക്കാലം എന്റെ കട രാജേട്ടന്റെ ശല്യം സഹിക്കാതായപ്പോഴാ അത്യാവശ്യം കയറി താമസിക്കാനുള്ള പണികളൊക്കെ തീർത്ത് അച്ഛനും അമ്മയും പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയത്. രാജേട്ടാ, എങ്ങടായി പോണത്? സ്ത്രീധന ബാക്കി അച്ഛൻ മക്കൾക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാന്ന് പറഞ്ഞതാ. പക്ഷെ രാജേട്ട സമ്മതിച്ചില്ല. എന്നെ മക്കളെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ പണം രാജേട്ടന്റെ കയ്യിൽ കൊടുക്കാൻ അച്ഛൻ സമ്മതിച്ചു.
അച്ഛൻ്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന പണം കൂടി രാജേട്ടൻ കടമായി കുറേ ചോദിച്ചെങ്കിലും അച്ഛൻ കൊടുത്തില്ല. സ്ഥലവും വീടും ആരുടെ പേരിലാണ് വാങ്ങിയിരിക്കുന്നത്? അച്ഛൻ്റെ പേരിൽ, കാലശേഷം എൻ്റെ പേരിലും. ഈ വിവരം രാജൻ അറിയാമോ? അറിയാം സർ. ഈ രാജന് മൊബൈൽ ഇല്ലേ? ഉണ്ട് സർ. പക്ഷേ അച്ഛൻ മരിച്ചെന്ന് പുലർച്ചോടെയാണ് രാജേട്ടൻ വീട്ടിൽ വന്നത്. മൊബൈൽ എവിടെ വീണു പോയെന്നും പറഞ്ഞു. ശരി, അയാൾ വന്ന ഉടനെ സ്റ്റേഷനിലേക്ക് വരാൻ പറയണം. ശരി സർ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടാവാതിരിക്കട്ടെ. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ രതീഷേട്ടാ? ചെറിയൊരു പ്രശ്നമുണ്ട്. മർഡർ നടന്ന വീട്ടിൽ നിന്ന് 3 ആളുടെ ഫിംഗർ പ്രിന്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. വളരെ രഹസ്യമായി കിട്ടിയ വിവരമാണ്. അതിലൊന്ന് പരപ്പാറ ജെയിംസിൻ്റെതാണ്. ജെയിംസ് പ്രതിയായ സ്ഥിതിക്ക് അറിയാലോ, നിങ്ങൾക്കിത് വലിയ പ്രശ്നമാവും. ഒരുമിച്ച് പെണ്ണ് കാണാൻ പോകാന്ന് ഓർത്ത് ഞാൻ ഈ വയ്യോലിക്കുന്നു. ഇതിപ്പോ ഒരുമാതിരി. അതൊന്നും ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാനിവിടെ വന്നിട്ടുമില്ല, നിങ്ങൾ ഈ വിവരം അറിഞ്ഞിട്ടുമില്ല. മനസ്സിലായല്ലോ? ഷാഡോസിൽ നമ്മുടെ ഒരാളുണ്ടായത് എന്തായാലും നന്നായി. 3 പേരുടെ ഫിംഗർ പ്രിന്റ്സ് കിട്ടിയ സ്ഥിതിക്ക് കുറഞ്ഞത് 3 പേര് സംഘത്തിലുണ്ടായിരുന്നിരിക്കണം. മാഡം, ഡോറുകൾക്കും ലോക്കിനും ഡാമേജ് ഇല്ലാതെ കൊലപാതകൾ എങ്ങനെ അകത്ത് കടന്നു എന്നുള്ളതാണ്. കൊല്ലപ്പെട്ടവർക്ക് പ്രതികളെയോ പ്രതികളിൽ ആരെയെങ്കിലുമോ മുൻപരിചയം ഉണ്ടായിരുന്നിരിക്കണം. അവര് വന്ന് വിളിച്ചപ്പോ വാതിൽ തുറന്നു കൊടുത്തതായിരിക്കണം. മാഡം, പക്ഷേ വിഷം കൊടുത്ത് കൊല്ലുന്നത്? ആ കാര്യം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അല്ല മാഡം, ഈ പിടിവലിക്കിടയിൽ മരണവെപ്രാളത്തിൽ രണ്ടുപേരും വെള്ളം മറ്റോ ചോദിച്ചപ്പോ വെള്ളത്തിന് പകരം വിഷം വായിലേക്ക് ഒഴിച്ചു കൊടുത്താണെങ്കിലും? രണ്ടുപേരും ഒരേ സമയത്ത് വെള്ളം ചോദിക്കോ? ഇല്ല, വഴിയില്ല. ബലം പ്രയോഗിച്ച് കുടിപ്പിച്ചതാവാനാണ് സാധ്യത. ഈ 2.5 പവന് വേണ്ടി രണ്ടുപേരെ കൊല്ലുമോ മാഡം? മകൾക്ക് കൊടുത്ത 3 ലക്ഷം രൂപ കൂടി അവിടെ ഉണ്ടാകാമെന്ന നിഗമനത്തിലാണ് പ്രതികൾ വന്നതെങ്കിലും പരിചയമുള്ള പ്രതികളാണെങ്കിൽ ഇരകളെ കൊല്ലുകയല്ലേ മാർഗമുള്ളൂ. അതും ശരിയാണ്. പിന്നെ ഈ കേസ് CI ആയിരിക്കും അന്വേഷിക്കുന്നത്. ഓക്കേ. DYSPയുടെ സൂപ്പർവിഷൻ ഉണ്ടാവും. പിന്നെ ഒരു കാര്യം, പരപ്പാറ ജെയിംസ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഒരു കാരണവശാലും മീഡിയ അറിയരുത്. കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ ഒരാൾ സംഘം ചേർന്ന് കൊലപാതകം കൂടി നടത്തിയെന്നറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പുകലുകൾ ഞാൻ പറയാതെ തന്നെ അറിയാലോ. അറിയാം. That's all now. You may go. Okay. ഇനി ബാക്കിലെ ഡോർ പോയി. ടെറസിലൊന്ന് കയറും. ശരി സർ. ജെയിംസിന്റെ കൂട്ടുപ്രതികൾ ആരൊക്കെയാണെന്ന് അറിയേണ്ടത്. ജയിലിൽ അവൻ ആരൊക്കെയായിട്ട് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു അന്വേഷിക്കുന്നത് നല്ലതാ. ശരി സർ. അവരിൽ ആരെങ്കിലും ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയണം. പ്രത്യേകിച്ചും മുളക് പൊടി വിതറുന്ന മോഡസുള്ളോ. ഈ വിരലടയാളം വെച്ചിട്ട് നമുക്ക് 2 പേരെ കൂടി തിരിച്ചറിയാനുണ്ട് സർ. കൂട്ടുപ്രതികൾ പുറമേ നിന്നുള്ളവരാണെങ്കിൽ ഈ ഒരു ഓപ്പറേഷന് വേണ്ടി മാത്രം ജെയിംസിന്റെ സഹായം തേടിയതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ഓപ്പറേഷൻ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്റെ സംശയം അത് തന്നെയാണ്. ഈ കൊല്ലപ്പെട്ട സുധാകരന്റെ സുഹൃത്തുക്കൾ ആരൊക്കെയായിരുന്നു എന്ന് അറിയണം. ശരി സർ. ഈ സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് തന്നെ അന്വേഷിക്കാം സർ. അവരിൽ ആരെങ്കിലുമായി സുധാകരന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കണം സർ. എന്താണത്? ID കാർഡാണ് സർ. നോക്കട്ടെ. ഇതാ സസ്പെൻഷനുള്ള പോലീസുകാരൻ വിഷ്ണുവിന്റെ? അതെ സർ. തൽക്കാലം താനത് ആരോടും പറയണ്ട. ശരി സർ. ഈ കൊലപാതകം നടന്ന രാത്രിയിൽ എന്തോ കണ്ട് പേടിച്ചു ഒരുത്തിന് ഹോസ്പിറ്റലിൽ കിടക്കുന്നില്ലേ? ഒരാളുണ്ട് സർ. പോയി കണ്ടിരുന്നോ? ഇല്ല സർ. ഇന്ന് തന്നെ പോയി കാണും. എന്തെങ്കിലും ക്ലൂ കിട്ടിയാലോ? പിന്നെ ചോദ്യം ചെയ്യൽ പോലീസ് പറയൽ വേണ്ട, ഒരു മയത്തിലൊക്കെ മതി. തൊലി പൊളിച്ചു കൊടുക്കുക.
പതുക്കെ തിരടാ, നിന്റെ തൊള്ളയെ പിടിച്ച് ചത്തുപോകും. ചത്തുപോയപ്പോ നമ്മളെ കാണാൻ പറ്റുമല്ലോ കേട്ടോ. ഇവിടെ ആവട്ടെ ഒരു ആർത്തി. തീർന്ന് ഇവനും ഞാനോട് തിന്നാൻ പോണം. രണ്ടും കൂടി അന്നാ പേടിയേറ്റതിന് ശേഷം ഇവൻ ഇങ്ങനെയാണ് സാറേ. ഇവര് തീറ്റി മേടിച്ചു കൊടുത്ത് എന്റെ കയ്യിലെ കാശ് മുഴുവൻ തീർന്നു സാറേ. എന്നാലും കുഴപ്പമില്ല, ഇവന്റെ അസുഖമെല്ലാം ഒന്ന് മാറി കിട്ടിയാ മതി. എന്ത് തിന്നിട്ടും ഒരു വിശപ്പൂല സാറേ. കൊല്ലു പോലെയാണ് സാറേ ഞാനിവനെ വളർത്തിയത്. കൊന്നുപോലെയായി. വെള്ളം ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. സാറേ എന്തെങ്കിലും എടുത്ത് കൊടുത്തേക്കണേ. ഇവൻ ഭീകരജീവനെ കണ്ട് പേടിച്ചൊന്നല്ല, ആർത്തി മൂത്ത് ചത്ത ആരുടെ പ്രേതത്തെ കണ്ട് പേടിച്ചത്. പോയാ അനിയ? അതെ അനിയ. അനിയൻ അന്ന് കണ്ടു എന്ന് പറഞ്ഞില്ലേ, ഒരാളെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, ആ കണ്ട ആള് ഇദ്ദേഹമാണോ? ആണോ? ഓറഞ്ച് എന്നാ ശരിക്കും ഓർമ്മ വരും പോലീസാരാ. ഓറഞ്ച് വേണല്ലേ? ഓറഞ്ച് അല്ല, ഓറഞ്ച് വാങ്ങിത്തരാട്ടാ. അപ്പൊ ഓറഞ്ച് തിന്നാ ഓർമ്മ വരുന്ന ആള് ഇതാണോ? ഓറഞ്ച് തിന്നിട്ട് ഓർമ്മ വന്നിട്ട് അല്ലേ? ആണോ? അല്ലേ? പിന്നെ ഒന്നും കൂടി ഒന്ന് ഓർത്ത് നോക്ക് അല്ലേ? ഓർമ്മ വരില്ല. ഞാനെന്തേ അവിടെ കണ്ടത് ശരിക്കും ഓറഞ്ചല്ല. ഓറഞ്ചേ അമ്മയുടെ ഓറഞ്ച്. അല്ല സാറ് പോവുകയാണാ? ഡോക്ടർ പറഞ്ഞതേ എന്റെ മകന്റെ അസുഖം പെട്ടെന്ന് മാറുമെന്നാണ്. പതുക്കെ മാറിയാ മതി. അവന്റെ ഒന്നും അസുഖം മാറിയിട്ട് യാതൊരു കാര്യമല്ല. പിന്നെ എന്റെ മകനെ പറ്റി പറഞ്ഞാലേ പോലീസാണെന്ന് ഞാൻ നോക്കിയാലേ ഞാൻ. പോലീസുകാരൻ വെറുതെ മനുഷ്യന് സമയം മെനക്കെടുത്തി. ആ കൊല വാങ്ങിയ കാശ് പോയി. അവന്റെ ഒടുക്കത്തെ വിശപ്പും ഒരു അലവലാതി തള്ളയും. അവൻ രാത്രിയിലെ ആ തള്ളയുടെ കരിഞ്ഞ മോന്ത കണ്ടു പേടിച്ചായിരിക്കും. എന്താ ചേട്ടാ പ്രശ്നം? എന്താന്ന് വെച്ചാൽ തുറന്നു പറ. മർഡർ നടന്ന വീട്ടിൽ നിന്ന് നിന്റെ ID കാർഡ് CSRന് കിട്ടി. ID കാർഡ്? അതെങ്ങനെയാ അവിടെ വന്നത്? അത് മാത്രമല്ല പ്രശ്നം, ആ വീടിനകത്ത് നിന്ന് നിന്റെ ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുണ്ട്. എന്റെ? അതെടാ, മാച്ചിങ് റിപ്പോർട്ട് SP ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. രതീഷേട്ടാ ഞങ്ങൾ വിശ്വസിക്കണം, ഞങ്ങൾക്ക് ഇതിൽ യാതൊരു മനസ്സറിവില്ല. ഞാൻ വിശ്വസിച്ചിട്ട് എന്താടാ കാര്യം? ജെയിംസിനോടൊപ്പം ഇപ്പൊ നിങ്ങളും കൊലപാതകത്തിൽ പ്രതികളാണ്. ഞങ്ങൾക്ക് എന്തോ ചതി പറ്റിയിട്ടുണ്ട് രതീഷേട്ടാ. തൽക്കാലം നിങ്ങൾ മാറി നിൽക്കുന്ന ബുദ്ധി, ബാക്കി നമുക്ക് വഴിയെ നോക്കാം. കോയമ്പത്തൂർ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഇന്നത്തേക്കോ? ആ ഇന്നത്തേക്ക്. കോയമ്പത്തൂർക്കാ? അതൊക്കെ ഉണ്ട്, വാ പറയാം. ഇവിടെ തൽക്കാലം നമ്മൾ എങ്ങോട്ടാ പോകുന്ന ഇപ്പൊ ആരും അറിയുന്നത്. എങ്ങോട്ടാ രണ്ടുപേരും ബാഗ് തൂക്കി? അത് സാറേ ഞങ്ങളുടെ സസ്പെൻഷൻ ആയിരുന്നു ശരിയാക്കാനായിട്ടെ തിരുവനന്തപുരം വരെ ഒന്ന് പോവാ. പിന്നെ സാറ് ഞങ്ങളെ കണ്ടവരോടും പറയണ്ട, ഇവിടെ നിന്ന് ഇപ്പൊ ആരും വരണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ധൈര്യമായിട്ട് പോയിട്ട് വാ. ഓക്കെ സാർ. ഞാനില്ലേ ഇവിടെ? പിന്നെ തിരുവനന്തപുരത്ത് പോയിട്ട് വരുമ്പോ ചെലവ് ചെയ്യണം. അത് ഞങ്ങളായിരുന്നു സാർ. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നോട്ടെ. ശരി സാർ. വിഷ്ണു ആ പാരഭാസ്കരന്റെ മുന്നിലാണല്ലോ ചെന്ന് വിട്ടത്. ഇനി ഈ ലോകത്തറിയാൻ ആരും ബാക്കിണ്ടാവില്ല. പറയട്ടേന്ന്. അതല്ല ഞാൻ തിരുവനന്തപുരം എടുത്തു പറഞ്ഞത്. എടാ ഈ ദൃശ്യം സിനിമയിൽ ലാലേട്ടൻ പോലീസുകാരെ പറ്റിക്കണം ഇങ്ങനെയാണ്. ആണോ? പിന്നല്ലാതെ. എടാ നമ്മൾ കോയമ്പത്തൂർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യും. തിരുവനന്തപുരം SI ബാസറിനോട് പറയും. പക്ഷെ നമ്മൾ മറ്റിടത്തേക്ക് പോകണം. ആണാ? പൊളിച്ച്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതാണ് മൻസൂർ. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. മൻസൂറിനെ കുറിച്ച് വിഷ്ണു പറയാറുണ്ട്. മൻസൂർ നല്ല വിക്രട്ടിച്ചാ. പിന്നെ അത്യാവശ്യം നാടകവും കലാപരിപാടികളൊക്കെ ഉണ്ട് കയ്യിൽ. അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ കളിക്ക് 350 രൂപ കിട്ടുന്ന കാലത്ത് ഇപ്പൊ ബിസിനസ് തുടങ്ങിയാൽ അതൊക്കെ നിർത്തി. അല്ല നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? അത് പറയാൻ പറഞ്ഞു. എന്റെ മാമാന്റെ ഒരു പൊരൻ, മൂപ്പര് വലിയൊരു പൊര ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്നപ്പോ 2 ദിവസം താമസിച്ചു.
ഇതിന് മൂപ്പർ പറയാം, മൂപ്പർ ഉദ്ദേശിച്ച പോരതല്ല. മൂപ്പർ ഫാമിലി ആയിട്ട് പിന്നെയും ദുബായിക്കല്ലേ. കാര്യങ്ങളൊക്കെ ഞാനാ നോക്കണേ. അവിടേക്ക് നമ്മൾ പോകും. അവിടെ ആകുമ്പോൾ ഫുള്ള് സേഫാണ്. ഐ തിങ്ക് ദ പിക്ചർ ഇസ് ക്ലിയർ നൗ. പരപ്പാറ ജെയിംസ് ചാടിപ്പോയതായി വിഷ്ണുവും റോയും ചേർന്ന് ഒരു കഥയുണ്ടാക്കുന്നു. ഇതിനിടയിൽ എങ്ങനെയോ വണ്ടാഴി പാപ്പച്ചൻ വന്ന് വീണു. രണ്ടാളും കടത്തിൽ മുങ്ങിയിരിക്കുന്ന സമയമല്ലേ. പരപ്പാറ ജെയിംസ് എന്തെങ്കിലും പറഞ്ഞ് അവരെ പ്രലോഭിച്ചിട്ടുണ്ടാവണം. അങ്ങനെ ഒരു മണ്ടത്തരം അവർ ചെയ്യോ സാർ? പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ എന്നും ചീത്തപ്പേരുണ്ടാക്കിയിട്ടുള്ളൂ ആ യൂസ്ലെസ്സുകൾ. കൊലപാതകം നടന്ന വീടിന്റെ സമീപത്ത് വെച്ച് തന്നെ അന്ന് പുലർച്ചെ 3 മണി വരെ അവർ രണ്ടാളുടെയും മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് തനിക്കെന്താ പറയാനുള്ളത്? റോയുടെ ഫോൺ പിന്നെ സ്വിച്ച് ഓഫ് ആയി. അവിടുന്ന് കിട്ടിയ ID കാർഡും വീടിനകത്തുനിന്ന് കിട്ടിയ വിഷ്ണുവിന്റെ വിരലടയാളം കൂടി ആയപ്പോ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അങ്ങനെയൊക്കെ ആണെങ്കിലും അവരൊരു കൊലപാതകത്തിന് കൂട്ടുവെക്കുമെന്ന് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇതിന്റെ പിന്നിൽ അവന്മാർ തന്നെയാണ്. തനിക്ക് ഇപ്പോഴും അവരുടെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്, അതെനിക്കറിയാം. അവരുടെ അച്ഛന്മാരുടെ ബാച്ച്മേറ്റ് ആയിരുന്നല്ലോ താൻ. അവർക്ക് ഈ കേസുമായി ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാടോ ആ SI ബാസറിനോട് തിരുവനന്തപുരത്തേക്ക് പോവാന്ന് കള്ളം പറഞ്ഞിട്ട് അവർ തമിഴ്നാട്ടിലേക്ക് മുങ്ങിയത്? നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വേണ്ടി വന്നതല്ല ഞങ്ങള്. മോന്റെ വേഷം പോലീസിന്റേതാണെങ്കിലും പണി കള്ളന്റേതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു കൊലയാളിയെ കൊണ്ട് എന്റെ മോളെ വിവാഹം കഴിപ്പിക്കേണ്ട ഗതികേടൊന്നും ഇപ്പൊ എനിക്കില്ല. നിങ്ങളുടെ മോനണിയിച്ച മോതിരം വാടോ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഈ ബന്ധം നമുക്ക് ചേരില്ലാന്ന്. കംപ്ലീറ്റ് പൊടിയാണല്ലോ. ഒരടിച്ചേൽക്കാർ ജാനുവിനെ വെക്കാൻ പറഞ്ഞാൽ മാമ കേൾക്കൂല. ഇത് മൊത്തം ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. അല്ല, 2 ഷെയ്ക്കുമാർ ഫ്ലൈറ്റ് ഇറങ്ങി വരുന്ന മാതിരി. ഈ വേഷത്തിൽ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പെറ്റുമ്മമാർ തിരിച്ചറിയില്ല. ഇനി ധൈര്യമായിട്ട് പുറത്തു വയ്ക്കോളി. പക്ഷെ ഈ പോലീസിന്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം. ആ മസിൽ കൊടുത്താണ്ട് ഒഴിവാക്കി. മനസ്സിലായി? എവിടെ വരെ? നിങ്ങളെ 2 ആളി മൊബൈൽ ഇപ്പോൾ പാണ്ടിലോറിയിൽ കേരള ബോർഡർ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി പോലീസിന് അന്വേഷണം മുഴുവൻ തമിഴ്നാട്ടിലേക്കും. നിങ്ങൾ പോലീസിൽ രേഖാചിത്രം വരയ്ക്കുന്നതാണല്ലേ? അങ്ങനെയാണ് ആ ഒളിഞ്ഞു നോട്ടക്കാരുടെ രേഖാചിത്രം ഒന്ന് വരച്ചു നോക്കി. എന്നിട്ട് നമുക്കത് രതീഷേട്ടന് വാട്സാപ്പിൽ അയച്ചു കൊടുക്കാം. മൂപ്പര് തപ്പിയെടുത്തോളൂ. നിങ്ങളെ വയ്ക്കും നമുക്ക് അന്വേഷിക്കാം. ഈ വേഷത്തിൽ നമ്മൾ പേടിക്കണ്ടല്ലോ. പിന്നെന്താ, നമുക്കിറങ്ങാം. എന്നാലും അന്വേഷണം ഒന്നിച്ച് വേണ്ട. ഗോപാലൻ, അന്ന് രാത്രി കണ്ട നീ വരല്ലേ? ഇവന്മാരാണോന്നൊരു സംശയമുണ്ട് സാറേ. രാത്രി ആയതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റിയില്ല. രാത്രി ഒളിഞ്ഞു നോട്ടത്തിന് പോകുമ്പോ നീ ശരിക്കും കാണാറുണ്ടല്ലോ. ഇവന്റെ ഫിംഗർ പ്രിന്റ് നോക്കിയിരുന്നോ? നോക്കിയിരുന്നു മാഡം, മാച്ച് ആവുന്നില്ല. അല്ല സാറേ, ഈ കേസ് തെളിയിക്കാൻ സഹായിച്ചതിന് എന്റെ പടം പത്രത്തിൽ വരും, മിക്കവാറും വരും. അത് മതി. മൊത്തം നക്ഷത്രമാണല്ലേ ഇന്നത്തെ ക്രിസ്മസാ. ഇതാണ് നിന്റെ കയ്യിലിരിപ്പെങ്കിൽ അധികം താമസിയാതെ എന്റെ പടം പത്രത്തിൽ വരും. ചരമകോളത്തിലാണെന്ന് മാത്രം ഒളിഞ്ഞൊക്കെ നടക്കുന്നു. ഇനി രാത്രി എങ്ങനെ നിന്നെ പുറത്ത് കണ്ട നിന്റെ കണ്ണ് ഞാൻ എന്തോ ആവശ്യം വന്നാ വിളിപ്പിക്കും. വന്നോണം. പിന്നെ എന്റെ പട്ടി വരും. വിളിച്ചു വരുത്തിട്ട് കണ്ണു കുത്തി പൊട്ടിക്കാനല്ലേ?
ഇയാളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരടുപ്പം തോന്നി. സ്വഭാവം മാറ്റിയില്ല. എന്താ പന്റെ ഉദ്ദേശം? ഇവിടെ ഒളിച്ചു താമസിക്കാൻ വന്നാണ് സുഖവാസത്തിന്റെ മാമാന്റെ പുരാണത്തിൽ ഞാൻ ഇവിടെ സമ്മതിക്കൂല. എന്ത് മനസ്സിലാക്കണം? ഈ ബ്രോക്കറാ ഉളുപ്പുണ്ടോ? റോയ് സാർ ഇതാ ഇവന്താ ഒരു പെണ്ണിനായിട്ട് വന്നീനാ. പെണ്ണിന്റെ മുഖം ഞാൻ കാണട്ടെ. ഇത് ജെയിംസ് അല്ലേ? ആണോ? പിന്നല്ലാണ്ട് ഇവനെന്താ കോലത്തില്? അതൊക്കെ പറയാം. നടന്നത് എന്താണെന്ന് ജെയിംസ് പറയട്ടെ. അന്നത്തെ പിടിവലിയുടെ ഇടയിൽ അവൻ്റെ പോക്കറ്റ് കയറി എൻ്റെ കയ്യിൽ വന്നു. കൂടെ ഈ കഷ്ണം കടലാസും. അന്ന് ഞാൻ അവനെ അവിടെ വെച്ച് കണ്ടപ്പോൾ എന്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. അതാ ഞാനത് കളയാണ്ട് സൂക്ഷിച്ചേ. ഒരു സീനറിയാണ്. ഇവിടെ തോണിയും തോണിക്കാരനും കൂടി എൻ്റെ ഉഷാറാവില്ല. ഇതിലാ വീട്ടിലേക്കുള്ള വഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പപ്പാ വീടിൻ്റെ പ്ലാൻ. ഒരു കാര്യം ഉറപ്പാ, ഇതാരോ കൊട്ടേഷൻ കൊടുത്തിരിക്കണ. കൊല്ലാനുള്ള കൊട്ടേഷൻ. കൊല്ലാനുള്ള കൊട്ടേഷനാണ് ഇതിൻ്റെ അകത്ത് കത്തിയല്ലേ വരയ്ക്കണ്ടേ? ആ അത് ചിലപ്പം പുഴയിൽ മുക്കിക്കൊല്ലാനുള്ള പരിപാടി. അതാണ് പുഴ. വലിയൊരു അപകടത്തിലാണ് ഞാൻ ചെന്ന് ചാടിക്കണേന്ന് പിന്നീടാണ് സാർ എനിക്ക് മനസ്സിലായത്.
സാറന്മാര് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ച കാര്യം ഞാൻ അറിഞ്ഞു. നിങ്ങളെ ഫോളോ ചെയ്യാൻ ഞാൻ സെബാസ്റ്റ്യനോട് പറഞ്ഞു. തെളിവുകളൊക്കെ എനിക്കെതിരാന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊരു കള്ളനല്ല സാറേ. ഞാൻ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? അതാ ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ സെബാസ്റ്റ്യൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാനാ പറഞ്ഞത് എങ്ങനെയെങ്കിലും സാറന്മാരെ കണ്ടുപിടിച്ച് ഉള്ള കാര്യം തുറന്നു പറയാം. പിന്നെ വിഷ്ണു സാർ എന്നെ കണ്ടുപിടിച്ച് അതിവിദഗ്ധമായി കുടിക്കിയ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവരോട് പറയണം. അതൊക്കെ സൗകര്യം പോലെ എല്ലാവരും പിന്നെ പറഞ്ഞു. എന്നാലും കണ്ടുപിടിച്ചില്ല. നിങ്ങൾ ആളൊരു സംഭവം തന്നെ. അപ്പൊ എങ്ങനെ ജെയിംസ് സെബാസ്റ്റ്യനായിട്ട് പരിചയം? കഴിഞ്ഞ പ്രാവശ്യം ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ യാദൃശ്ചികമായിട്ട് പരിചയപ്പെട്ടതാ. വേറെ മുൻപരിചയമൊന്നുമില്ല. ജെയിംസിന്റെ കഥകളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആൾക്ക് റിയൽ എസ്റ്റേറ്റ് പരിപാടിയാണ്. ജയിലിലോ? ജയിലിലല്ല, പുറത്ത്. ഈ പോരാ കൊടുക്കാനുള്ള സാറേ, സാറൻ തന്നെ കീഴ്പ്പെടുത്തിയ വീടുണ്ടല്ലോ, അതൊരു അമേരിക്കക്കാരൻ ഇവനെ വിൽക്കാൽപ്പിച്ചതായിരുന്നു. അപ്പൊ നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ഒക്കെ നടന്ന് അതൊന്നും കാണാൻ പറ്റില്ല. അത് നന്നായി. നമ്മളിപ്പോ ജെയിംസിനെ പോലെ ഒരു മുഴുക്കള്ളനെയും കൊണ്ട് നമ്മുടെ സാറുമാരുടെ അടുത്തേക്ക് പോയാ ഈ കഥ അവര് വിശ്വസിക്കില്ല. എവിടെ ഇന്ന് വരെ ഒരു കള്ളൻ സത്യം പറഞ്ഞ പോലീസുകാർ വിശ്വസിക്കില്ല. അന്ന് കണ്ട ആളുടെ മുഖം നിനക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട് സാറേ, അവൻ്റെ മുഖം ഞാൻ ഒരിക്കലും മറക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അയാളുടെ ഒരു രേഖചിത്രം വരയ്ക്കാം. എന്താ? ഞാൻ പലപ്പോഴും 10-16 വർഷം ജയിലിൽ കിടന്നിട്ടില്ല. പക്ഷേ ഇന്നേ വരെ ജയിലിൻ്റെ അകത്തും പുറത്തും ഇതുപോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇയാൾ ഈ ലിമിറ്റിലൊന്നുള്ള ആളല്ല. എന്താ സാറേ വല്ല കോളണ്ടാ? ഒരു റിട്ടയർമെന്റ് പാർട്ടി ഉണ്ട്. ആണാ? CSR ജീപ്പിലുണ്ട്. നീ ഒന്ന് അങ്ങോട്ട് വാ. എടാ കട ഒന്ന് നോക്കിയേക്ക്, ഒരു കോളത്തിട്ടുണ്ട്. ഞാനിപ്പോ ആടിന്റെ ഒരു കൈകാലം എടുത്ത് വെച്ചേക്കടാ. എനിക്കൊരു സൂപ്പ് വേണ്ടി വരും. സാറ് ഇറച്ചിയൊക്കെ മേടിക്കാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചാണ് വന്നേക്കണത്. എത്ര കിലോ ഇറച്ചിയാണ് സാറേ വേണ്ടത്? കുറച്ച് അധികം വേണം. പക്ഷേ അതിനുള്ള ഇറച്ചി നിന്റെ ദേഹത്തില്ലല്ലോടാ. എന്താ സാറേ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? കാര്യങ്ങളൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് ഞാൻ വിശദമായിട്ട് പറയാം. നീ ജീപ്പിലോട്ട് കയറും. സാർ നമ്മളൊക്കെ അന്തസ്സായിട്ട് പണിയെടുത്താൽ ജീവിക്കണം സാറേ. നീ അന്തസ്സായിട്ട് പണിയെന്ന കാര്യമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. നീ ജീപ്പിലോട്ട് കയറുന്നോ അതോ ഞാൻ ചവിട്ടി കയറണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ വക്കീലിനൊന്ന് വിളിക്കാം സാർ. വക്കീല് നല്ല പിടിപാടുള്ള സാറേ. ഈ വെള്ളം നനച്ച തുണി ഇനി നിന്റെ തലയിലേക്ക് ഇടുന്നു. നമ്മൾ നമ്മുടെ വീട്ടിൽ പോകും. നനഞ്ഞ തുണി ഇട്ടാ പിന്നെ നീ മിണ്ടൂലല്ലോ മോളെ. ഇടുവാ. എന്റെ കഷ്ടകാലത്തിന് ഞാൻ അവിടെ പോയി ഒരു ആര് പൊട്ടിച്ചതല്ലാണ്. ആ കൊലപാതകമായിട്ട് എനിക്കൊരു ബന്ധമില്ല സാറേ. ഇനി തൂക്കി വലിക്കല്ലേ സാറേ. രണ്ട് പോലീസുകാരുടെ ഒരു കള്ളം കള്ളുടിക്കാനാണ് നല്ല രസം. എന്റെ മൻസൂറെ, ഞാൻ കള്ളനായിട്ട് ജനിച്ചൊന്നല്ല, കള്ളനായി പോയതാ. അതെല്ലാ കള്ളന്മാരും പറയുന്നത്. എൻ്റെ സാറന്മാരെ, പണ്ട് ഞാൻ തട്ടുകട നടത്തിയുന്ന കാലത്തേ കുട്ടിക്ക് മരുന്ന് മേടിക്കാനെന്നും പറഞ്ഞ് ഒരുത്തൻ വാച്ചും പണയം വെച്ച് എൻ്റെ 1000 രൂപ കടം മേടിച്ചിട്ട് പോയി. അത് മോഷ്ടിച്ച വാച്ചായിരുന്നു. മോഷ്ടിച്ച മുതൽ കൈവശം വെച്ചതിന് എന്നെ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത് നല്ലൊരു കള്ളനായിട്ടായിരുന്നു. അവിടുന്ന് അങ്ങനെയുള്ള എൻ്റെ മോഷണങ്ങളൊക്കെ എൻ്റെ ജീവിതത്തോടുള്ള പ്രതികാരമായിരുന്നു. കണ്ടോന്റെ മുതൽ കെട്ടിട്ടാണ് പ്രതികാരം ചെയ്യല്. എന്നോട് വിരോധമൊന്നുമില്ലല്ലോ. ജെയിംസിന്റെ മോനെ എവിടെയാ?
ആ അവൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക. പേര് ജിക്കു ജെയിംസ്. അവനെന്നെ വലിയ ഇഷ്ടാ. ഇടയ്ക്ക് അവൻ ജയിലിൽ തന്നെ കാണാൻ വരും. ആ ജയിലുള്ള എന്നെ സെക്രട്ടറിയിൽ വന്നാൽ കാണൂല. അതല്ലടോ, എൻ്റെ സ്വഭാവമല്ല അവന്, എൻ്റെ അപ്പൻ്റെ സ്വഭാവമാണ്. അപ്പം മൂന്നാളും ഒരുപോലെ തന്നെ. അല്ലത് എൻ്റെ മോൻ, അവൻ പാവം. ഹലോ, ഇങ്ങോട്ടൊക്കെ മൈൻഡ് ചെയ്തിട്ട് പോവാട്ടാ. പിള്ളേർക്കൊന്നും സീനിയേഴ്സിനോടൊരു ബഹുമാനം ഇല്ലാതായാലോടാ. വട്ടച്ചെലവിന് പോലും കാശില്ല കേട്ടോ. വഴിയുണ്ടാക്കാം. വാടാ, നിന്നോട് തന്നെ വാന്ന്. എന്താ എന്താ നിന്റെ പേര്? എന്റെ പേര് ഷാരൻ. ചാരനോ? ചാരനല്ല, ഷാരൻ. ഏതാ ഡിപ്പാർട്ട്മെന്റ് നീ? മാത്സ്. ഒരു കാര്യം ചെയ്യും, ഒരു 100 രൂപ എടുത്ത് കൊടുത്തേ. 100 എന്റെ ഒന്നും ഇല്ലാട്ടോ. 100 രൂപ ഇല്ലാതെ നീ കോളേജിലേക്ക് വരണത്? ചേട്ടൻ എന്റെ ഒരു വണ്ടിക്കൂലി മാത്രമേ ഉള്ളൂ. എന്താ നീ മുണ്ട് മടക്കി കുത്തിരിക്കണേ? സീനിയേഴ്സിനെ കണ്ടാൽ നിനക്ക് ബഹുമാനമില്ലേ? മുണ്ടയച്ചിടാ. അയച്ചിട്ടല്ലേ? നിന്റെ അടുത്ത് മടക്കി കുത്ത് അഴിക്കാനല്ലടാ പറഞ്ഞത്, മുണ്ടഴിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? പോ. സോറി കേട്ടോ, സോറി കേട്ടോ. അയ്യോ കഷ്ടം. തുടങ്ങിയാലോ? ആ തിരിച്ചോ, എന്നിട്ട് കാണിക്കട്ടോ. ആ ആയുഷ്മാൻ ഭവ. ഇങ്ങോട്ട് വാടാ, കാണിക്കെട്ടിട്ട് പോടാ. നീ കേട്ടോ. ഇതെന്താ നിന്റെ മുടി ഇങ്ങനെ പെയിന്റ് പാട്ട് കാശുള്ളവർക്കൊന്നും വരുന്നില്ലല്ലോ. വരുന്നുണ്ടല്ലോ 2 മാടപ്പാവള്. കുട്ടിക്കും ഇടാം. മടിച്ചു നിൽക്കണ്ട, ഇട്ടോളൂ. എന്താ ഒരു ഇഷ്ടക്കേട് പോലെ? ഒന്നുമില്ല. ആരാ പറഞ്ഞു ഒന്നുമില്ലാന്ന്? ഞാൻ സമ്മതിച്ചു തരില്ല. വേണമെങ്കിൽ വല്ല ദക്ഷിണയും വെച്ചിട്ട് പോവാ അല്ലേ? ഇത്രയും ദാരിദ്ര്യായോ? അപ്പൊ പോവാം. ഇതെത്ര നാളായി ഒളിച്ചിരിക്കുന്നു. മനുഷ്യനും മടുത്തു. എനിക്കും മടുത്തു. ഇത്താലയും വല്ലാത്ത കളി എവിടെ വരെ പോയെന്ന് ആര് കണ്ട്? ഞാൻ എന്തായാലും പിടികൊടുക്കാൻ പോവാ. എന്തൊട്ട് തേങ്ങയിലും വേണ്ടില്ല, എനിക്ക് എൻ്റെ മോനെ കാണണം. നീ എന്ത് പ്രാന്തി പറയണേ? നീ പിടികൊടുത്ത കേസ് കളിയുന്നുണ്ടാ? ജെയിംസ് ഏട്ടൻ പിടികൊടുത്താൽ പിന്നെ ഇവരുടെ നിരപരാധിത്വം എങ്ങനെ തെളിയിക്കും? മോനെ കണ്ട നിങ്ങളെ വിഷമം മാറുമോ? അങ്ങനെയാണ് നിങ്ങളെ മോനെ ഇവിടെ കൊണ്ടുവരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അത് റിസ്ക്കാ. അവൻ ചിലപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും. ഒരു റിസ്ക്കും ഇല്ല. നിങ്ങൾ വെറുതെ ബേജാറാവില്ലേ? അതല്ല പ്രശ്നം. നിങ്ങളെ മോനെപ്പം എങ്ങനെ തിരിച്ചറിയും? ജിക്കുനെ എനിക്കറിയാം. ആണോ? അങ്ങനെയാണ് ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഞാൻ നിന്നെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യാം. ചെറിയൊരു പാർട്ടി ഉണ്ട് രാഹുലിന്റെ വീട്ടിൽ. അടുത്ത മാസം എന്റെ മനസ്സമ്മതം. കളിച്ചു നടന്നു. ബൈക്ക് ബേസ്മെന്റിലാ. ജിക്കു അല്ലേ? അതെ. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാം. ഇപ്പോൾ വരാമേ. വാ, പെട്ടെന്ന് വരാം. അപ്പനെന്തോ ചതിയെ പറ്റിയാണെന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു. ആളുകളെ കൊല്ലാനൊന്നും എൻ്റെ അപ്പന് പറ്റൂല സാറേ. എനിക്കറിയാം എൻ്റെ അപ്പനെ. എൻ്റെ വിഷമം മുഴുവൻ നിന്നെ ഓർത്തായിരുന്നു. ഇനി എനിക്കൊരു പ്രശ്നമില്ല സാറേ. എൻ്റെ മോനെന്നെ മനസ്സിലാക്കിയല്ലോ, എനിക്ക് സമാനായി. ഈ രേഖാചിത്രത്തിലെ ആളെ പോലീസ് വിചാരിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല സാറേ? രഹസ്യമായിട്ട് ഞങ്ങളൊരു അന്വേഷണം നടത്തിയതാണ്, പക്ഷെ പ്രയോജനം ഉണ്ടായില്ലല്ലോ. അല്ല, ഈ പത്രത്തിലും ടി വിയിലും ഒക്കെ കൊടുത്തു നോക്കിയാലോ? അതിന് നിന്റെ അപ്പം പറയണതായാലും വിശ്വസിച്ചിട്ടുണ്ടേ. അവനെ കണ്ടുപിടിക്കല്ലാതെ നമുക്ക് വേറെ രക്ഷയില്ലടാ, അല്ലേ സാറേ? ഇപ്പൊ നമ്മുടെ കയ്യിൽ ഈ 2 തെളിവുകൾ മാത്രമേ ഉള്ളൂ. ഒന്നും ഇരിക്കണോ, അത് സാറന്മാർ തീരുമാനിച്ചോളൂ. നമ്മുടെ കയ്യിൽ ആകെ കൂടി ഈ 2 തെളിവുകൾ മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഇതിലിപ്പോൾ എന്താ വ്യത്യാസം ഉണ്ടായത്?
സസ്പെൻഷൻ കിട്ടുമല്ലോ വിരോധി കാണിച്ചു തരാം കേട്ടോ. എവിടെ നോക്കിട്ടാണ് ഇയാള് അപ്പനെ കാണാൻ വേണ്ടി ജയിലിൽ പോയപ്പോഴാ ഞാൻ ഇയാളെ കണ്ടത്. ജിക്കു കണ്ടത് യഥാർത്ഥ പ്രതിയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, കൊലയാളിയുടെ ആരോ ജയിലിനകത്തുണ്ട്. ജയിലിൽ വിസിറ്റേഴ്സ് ടൈമിൽ നമുക്കൊന്ന് പോയി നോക്കാം. ചിലപ്പോൾ എങ്ങനെ അവനെ കണ്ടുകിട്ടിയാലോ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാവും. അത് ശരി, അതാ നല്ലത്. എന്തായാലും കണ്ടുപിടിക്കാനുള്ളൂ. ഇതിനുള്ളിൽ കയറാൻ പറ്റുമോ? കേറാം, ഇറങ്ങാനിത്തിരി വിഷമിക്കും. ഇയാളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതിപ്പോ 3-ാമത്തെ ആഴ്ചയാണ് നമ്മളിവിടെ കാത്തിട്ട് കിടക്കണം. ഈ പോയ മൻസൂറിനെ കാണാമല്ലോ. ഇനിയിപ്പോ അവനെ പിടിച്ച് അകത്തിട്ടുണ്ടാവും. ഇവർക്കൊക്കെ പരോള് കിട്ടിയോ? എല്ലാരും പോകാനുണ്ടോ? ആരാ? ഹലോ, ഞാൻ കൊടുക്കാം. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന അതുപോലത്തെ ഒരാളിപ്പം പുറത്തിറങ്ങിയിട്ട്. അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സംശയം തോന്നത്തില്ല, നീ എൻ്റെ പിന്നാലെ വന്നാൽ മതി. ശരി ശരി ശരി. ആ സാറേ, ഇതാ ഒന്ന് തന്നെയാ. എന്നാ പറടാ, ആരാടാ നീ? എന്തിനാണ് കൊന്നത്? ആർക്കും അമ്മൂട്ടിയെ, ഇതാ മോക്ക് ഇഷ്ടപ്പെട്ട ഇഡ്ഡലി സാമ്പാർ നന്നായി കഴിച്ചോട്ടോ. അച്ഛനെ, ആ ചേട്ടന് ചായ കുടിച്ച് വെച്ച് വരാം. തനിക്ക് ബുദ്ധിമുട്ടായ പ്രഭാകര? എന്ത് ബുദ്ധിമുട്ട്? ഡോക്ടർ എന്തിനാ കാണുമെന്ന് പറഞ്ഞത്? മോക്ക് ഓപ്പറേഷൻ വേണമെന്ന് തന്നെയാണ് ഡോക്ടർ പറയണത്. കിട്ടാവുന്നിടത്തൊക്കെ കടം വാങ്ങിച്ചു കഴിഞ്ഞു. ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. താനും സമാധാനപ്പെടും, എല്ലാത്തിനും ഒരു വഴിയുണ്ടാവും. പതുക്കെ. ഹായ് അമ്മുക്കുട്ടി. അച്ഛൻ മാത്രമേ അമ്മുക്കുട്ടീന്ന് വിളിക്കുള്ളൂ. എന്റെ ശരിക്കത്തെ പേര് താമരാന. അങ്കിളിന് അറിയാം കേട്ടോ, താമര. മോളിങ്ങനെ ഓടി നടക്കരുതെന്ന് ഡോക്ടർ അങ്കിൾ പറഞ്ഞിട്ടില്ലേ? മോൾ ചെന്ന് കിടക്കാം. മോൾ ചെല്ലി പതുക്കെ. അമ്മേ, തൽക്കാലം നമുക്ക് ഇവിടുത്തെ ബില്ലടയ്ക്കാനുള്ള മാർഗം ഉണ്ടാക്കാം. എനിക്കും കുറച്ച് പണം ആവശ്യമുണ്ട്. താനതുകൊണ്ട് പണയം വയ്ക്കും.
എന്നിട്ട് ആദ്യം ഇവിടുത്തെ ബില്ലടയ്ക്കും. ബാക്കി പണം എനിക്ക് തന്നാൽ മതി. അയ്യോ അതൊന്നും വേണ്ട. ആ താനത് വാങ്ങടോ. മോളെ ഡിസ്ചാർജ് ചെയ്ത് വന്ന ശേഷം ഓപ്പറേഷനിലെ പണം കണ്ടെത്താനാവാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് സോണിൻ്റെ ഒരു കത്ത് വന്നത്. പ്രഭാകര, ഞാനൊരു ചതിയിൽപ്പെട്ട് വിയ്യൂർ സെൻട്രൽ ജയിലിലാണിപ്പോൾ. എനിക്ക് തൻ്റെ ഒരു സഹായം വേണം. ഈ കത്ത് കിട്ടിയാലുടൻ താൻ എന്നെ വന്ന് കാണണം. ഉപേക്ഷ വിചാരിക്കരുത് എന്ന് സുഗുണൻ. എനിക്കറിയാവനെ, എനിക്കറിയാം. ജയിലിലെ സാറന്മാർക്ക് വരെ പേടിയവനെ. ചെന്നായില്ല, ചെകുത്താനാണ്. ജയിലിൽ ചെന്നപ്പോഴാണ് അയാൾ ചെന്നായ സുഗുണൻ എന്ന കുപ്രസിദ്ധ കുറ്റവാളിയാണെന്ന് ഞാൻ അറിഞ്ഞത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ പോലീസ് പിടിയിലായി. എനിക്ക് ആ പണം എങ്ങനെയെങ്കിലും എടുത്തേ പറ്റൂ പ്രഭാകര. അതിന് നീ എന്നെ സഹായിക്കണം. ഞാനോ? ഞാൻ പറയുന്നതനുസരിക്കല്ലാതെ നിനക്ക് വേറെ ഒരു മാർഗവുമില്ല പ്രഭാകര. നീ പണയം വെച്ച മാലയുണ്ടല്ലോ, അത് മോഷണ മുതല. പോലീസിനോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞാൽ നീയും അകത്തെടുക്കും. എൻ്റെ കൂട്ടുപ്രതിയായി. മറിച്ച് ആ പണം എടുക്കാൻ നീ എന്നെ സഹായിച്ചാൽ നിനക്ക് ഞാൻ 10 ലക്ഷം രൂപ തരും. നിന്റെ മോളുടെ ഓപ്പറേഷൻ നടക്കും, കുടുംബവും രക്ഷപ്പെടും. എന്താ, സഹായിക്കില്ല? മോളുടെ ഓപ്പറേഷൻ നടത്താൻ എൻ്റെ മുന്നിൽ വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. സൂട
എൻ്റെ ഭീഷണിക്ക് വഴങ്ങി. അവസാനം അയാളെ സഹായിക്കാമെന്ന് ഞാൻ ഏറ്റു. അയാൾ തന്ന വീടിൻ്റെ സ്കെച്ചുമായി ഒരു ദിവസം ഞാൻ ആ വീട് അന്വേഷിച്ചു പോയി. അപ്പോഴേക്കും സുധാകരനും ഭാര്യയും ആ വീട്ടിൽ താമസം തുടങ്ങിയിരുന്നു. ആ വിവരം ഞാൻ സുഗുണനെ അറിയിച്ചു. അത് നീ തന്നെ എടുക്കണം പ്രഭാകര, അല്ലെങ്കിൽ നിന്റെ കുടുംബം. ദയവായി ഉപദ്രവിക്കരുത്. നീ പേടിക്കണ്ട, അതെടുക്കാനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. വലിയ തെറ്റാണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്കറിയായിരുന്നു. എന്നിട്ടും അയാളുടെ പ്ലാൻ അനുസരിച്ച് എല്ലാ തയ്യാറെടുപ്പുകളുമായി ആ രാത്രി ഞാൻ ആ വീട്ടിലെത്തി. വിശപ്പ് മാറിയില്ലേടി മോളെ, എടുത്തോണ്ട് തരാൻ കേട്ടാ.
പിടിവലി നടന്നത് നമ്മൾ തമ്മിലാ. ഞാൻ കക്കാൻ കയറിയതാ. അന്നത്തെ പിടിവലിക്കൊടുവിൽ സ്കെച്ചാണെന്ന് കരുതി ഈ കടലാസ് കഷ്ണമായ ഞാൻ ഓടിയത്. പിന്നീടാണ് ഞാനിതിൽ അഡ്രസ്സ് കണ്ടത്. എന്തെങ്കിലും പോലീസിൻ്റെ പിടിയിലായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഇത് ഉപകരിക്കുമെന്ന് എഴുതി സൂക്ഷിച്ചു വെച്ചതാ. നടന്ന കാര്യങ്ങൾ സുഗുണനെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇന്ന് ജയിലിൽ വന്നത്. സുധാകരന്റെയും ഭാര്യ രമണിയുടെയും മരണത്തിന് പിന്നിൽ ഈ തെച്ചിക്കാണെന്തെങ്കിലും ബന്ധമുണ്ടാവും. അതുറപ്പാ. നമ്മളിങ്ങനെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് SP മേഡത്തിനടുത്ത് കാര്യങ്ങൾ അറിയില്ല. അതെ, ഇനിയും വൈകിയ അപകടമാണ്. അതിനു മുമ്പ് സുഗുണം കുഴിച്ചിട്ടു എന്ന് പറയുന്ന പണം അത് അവിടെ തന്നെ ഉണ്ടോയെന്ന് അറിയണം. ഇന്നലെ മരണം നടന്ന ദിവസം പ്രഭാകരൻ ആ വീട്ടിലേക്ക് പോകാനുള്ള സാഹചര്യം പോലീസിന് ബോധ്യപ്പെടുത്താൻ പറ്റും. പിന്നിലൊരു വാഹനമുണ്ട്. എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയില്ല. അതിലെ ഞാൻ കയറി. അതെ, ഇങ്ങനെ തുറന്നു. ഇവിടെയാ പൈസ കയറങ്ങോട്ട്. എല്ലാ സ്ഥലത്തും ഇയാൾ തുടക്കുക. അടച്ചുറപ്പില്ലാത്ത പോലെയുള്ള കാര്യം പൈസ ഉണ്ടാക്കും. ഇയാൾ കഴിഞ്ഞ ദിവസം കളമല്ലായിരുന്നു. പാമ്പെങ്ങാനും ഉണ്ടാവും ഇവിടെ. പാമ്പ് ചെയ്യുമ്പോഴല്ലോ നടക്കാൻ എവിടെ സ്ഥലം എവിടെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇതിപ്പോ സുഗുണ താരക്കൊണ്ടെങ്കിലും എടുപ്പിച്ചിട്ടുണ്ടാവും. ഹലോ, അതാ കൊടുക്കേ. ആരെ? അപ്പൊ എങ്ങനെയാ പോവല്ലേ? ഞാൻ സ്നേഹിച്ചവരൊക്കെ എന്നെ ചതിച്ചിട്ടുള്ളൂ. ഇവരെ കാശെടുത്തത് സാറിന് എങ്ങനെ മനസ്സിലായ? പ്രഭാകരൻ നമ്മൾ പൊക്കി ദിവസം ജിക്കൂടെ വന്നതായി രതീഷേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ ഇവനിവിടെ എത്തിയില്ല. അപ്പോഴേ എനിക്ക് ചെറിയ സംശയം തോന്നിയിരുന്നു. പിന്നീടുള്ളവൻ്റെ ഓരോ നീക്കങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കാൻ രതീഷേട്ടനോട് ഞാൻ തന്നെ പറഞ്ഞു. അല്ല മോനെ, സുധാകരന്റെ വീട്ടിൽ കാശ് ചോദിച്ചിട്ട് കാര്യം നീ എങ്ങനെ അറിഞ്ഞു? നിങ്ങൾ അയച്ച വാട്സാപ്പിലെ ഫോട്ടോ കണ്ടപ്പോൾ അത് ക്ലിയർ ചെയ്യാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അന്ന് ഞാനവിടെ വന്നപ്പോൾ പണം ഒന്നിച്ച് കൈ കിട്ടുന്ന കണ്ടപ്പോൾ പിന്നെ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ലപ്പാ. കള്ളന്റെ മകൻ എപ്പോഴും കള്ളൻ തന്നെ ആവുള്ളൂ അല്ല സാറേ? മനഃപൂർവ്വം അല്ലപ്പാ. അടുത്ത ആഴ്ച ഇവളുടെ മനസ്സമ്മത. ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയില്ലേ ചത്ത് കളയുമെന്ന് ഇവള് പറഞ്ഞപ്പോ അതുകൊണ്ടാ. എന്നാലും വേണ്ടിയിരുന്നില്ല ജിക്കു. ഒന്നിച്ച് ജീവിക്കാൻ നമുക്ക് എന്തിനാ ഇത്രയും പണം? അതോ ഇങ്ങനെയൊക്കെ നിന്നെ നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോ അറിയാതെ ചെയ്തു പോയതാപ്പാ. ഇനിയിപ്പോൾ ആന്റണി തെച്ചിക്കാടിനെ കൂടി പോക്കണം. അതിനെന്തൊരു വഴി? അതിന് നമ്മളെ സഹായിക്കാൻ
എൻ്റെ ഒരാളുണ്ട് സാർ. ഏട്ടൻ കണ്ട് പടയ്ക്കണ കണ്ടില്ലേ? ഞാനിപ്പോ എന്താ ചെയ്യാ? ഞങ്ങൾ നിരപരാധികളെന്ന് സാറിന് ബോധ്യപ്പെടുത്താനുള്ള തെളിവുകളാണ് സാർ ഈ പണവും തോക്കൊക്കെ. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഇതിന്റെ പേരിൽ പുലിവാല് പിടിക്കാനൊന്നും ഞാനില്ല. എന്താ വെച്ചാ റിട്ടയർമെന്റ് അടുത്ത് വരികയാണേ. സാറേ ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് എന്താണ്? ഒരു മിനിറ്റ് ഈ മാല സാറിന് ഓർമ്മയുണ്ട? കട്ടാണോ? കട്ടതാ. സാറിന്റെ കൃഷ്ണനാട്ടം കളിയുടെ ഇടയിലേ അന്ന് ഞാൻ അടിച്ചു മാറ്റിയതാ. അത് എടുത്തു നീയായിരുന്നോ? അപ്പോ എല്ലാം നീ പറ്റിപ്പോയി സാറേ. സാർ ഇതൊരു കാണിക്കായി സ്വീകരിച്ച് എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് സഹായിക്കണം. അയ്യോ ശരി. നീ അന്ന് കണ്ടതൊക്കെ അവരോട് പറഞ്ഞടാ? ഇല്ല, പറയണ. അയ്യോ, പുറത്തിറങ്ങി എന്റെ പണി പോകും. അത് പോവും. പിന്നെ എന്റെ ഭാര്യ അറിഞ്ഞാൽ ആ നിമിഷം അവൾ എന്നെ തല്ലിക്കൊല്ലും. എന്തായാലും തല്ലിക്കൊല്ലും. നീ എന്നെ ചതിക്കരുത്. കള്ളന്മാർ കക്കാറുള്ളൂ, ചതിക്കാറില്ല. നീയാടാ യഥാർത്ഥ കള്ളൻ. എന്റെ ഒരു കൈക്കൂലിയായിട്ട് വെച്ചേക്ക്. താങ്ക് യു. ഇനി ഞാനെന്താ ചെയ്യേണ്ടത്? പറഞ്ഞോളൂ. സാറേ, ഈ ആന്റണി തെച്ചിക്കാടിന് സുധാകരന്റെ മരണമായിട്ട് എന്തോ ബന്ധമുണ്ട്. സാറേ അയാളൊന്ന് പൊക്കിയ ഏട്ടടാ. ഇനി പറയടാ, സുധാകരനെ ബാധ്യത നീ എങ്ങനെയാ കൊന്നത്? ഞാനല്ല സാറേ കൊന്നത്. പിന്നെ ഇരിക്കടോ. ഒരു 6 മാസത്തെ സാവകാശം എനിക്ക് തരണം. അപ്പോഴേക്ക് എങ്ങനെയെങ്കിലും ഞാൻ പലിശ സംഘടിപ്പിച്ച് തന്നോളാം. എന്റെ ആകെയുള്ള സമ്പാദ്യമാണ് ആ വീട്. കൂടുതലൊന്നും സംസാരിക്കാനില്ല. ആധാരോട് വെച്ചിട്ട് എഗ്രിമെന്റ് ഒപ്പിടുത്തുകാരാ. ഞാൻ പലപ്പോഴായി 11 ലക്ഷം രൂപയാ തനിക്ക് തന്നിട്ടുള്ളത്. അത് പലിശയും പലിശയുടെ പലിശയൊക്കെ ആയി 10-27 ലക്ഷം രൂപയായി. അത് തിരിച്ചു തരാൻ വയ്യെങ്കിൽ താൻ പോയി ചാവ്. മര്യാദയ്ക്ക് ഒപ്പിടുന്നുണ്ടോ? ഇതോടെ വെച്ചോ. 1 മാസത്തിനുള്ളിൽ എനിക്ക് വീടൊഴിഞ്ഞു തരണം. നീ എന്തേ കാര്യം
വിഷ്ണുവിനെ പോലീസിനെ അറിയിക്കായിരുന്നത്? അതിന് ഞാനല്ലല്ലോ സാറേ കൊന്നത്. നീ തന്നെയാ കൊന്നത്. ഒരു പാവപ്പെട്ടവനെ കൊലക്ക് കൊടുത്തിട്ട് നീ വലിയ മാന്യനായിട്ട് ജീവിക്കാണല്ലേ? നീ കാരണം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റുണ്ടായ ചീത്തപ്പേര് എത്രയാണെന്ന് അറിയടാ. ഇവന്റെ പേരിൽ കുബേരയും മണി ലെൻഡേഴ്സ് ആക്ടും ഒക്കെ വെച്ച് നല്ലൊരു FIR ഇടണം. പുറത്തിറങ്ങരുത്. യൂസ്ലെസ്. ഈ കേസിൽ വിഷ്ണുവിനെ റോയിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയത് നമ്മളാണ്. അപ്പോ സുധാകരന്റെ മരണം വീട് കൈവിട്ടു പോകുന്നതിലും ഭേദം മരിക്കുന്നതാണെന്ന് തീരുമാനിച്ച സുധാകരൻ അന്ന് തന്നെ വിഷം വാങ്ങിച്ചാണ് വീട്ടിലേക്ക് മടങ്ങിയത്. നമുക്ക് കിട്ടിയ CCTV ദൃശ്യങ്ങൾ അതിന് തെളിവാണ്. ഭാര്യയോടൊപ്പം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച് ആത്മഹത്യക്കുറിപ്പുകൾ എഴുതിക്കൊണ്ടിരുന്ന സുധാകരനെയാണ് അന്ന് പണമെടുക്കാനായി അവിടെ കയറിയ പ്രഭാകരൻ കണ്ടത്. സുധാകരേട്ടാ, നമ്മൾ പോയാ പിന്നെ നമ്മുടെ മോൾക്ക് ആരുണ്ടാകും? ഒരായുസിന്റെ പ്രയത്നമല്ലേ രമണി നമ്മുടെ ഈ വീട്. ഇത് നഷ്ടപ്പെട്ടിട്ട് പിന്നെ നമ്മൾ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? നമ്മൾ പോയാൽ ഇതെങ്കിലും നമ്മുടെ മോക്ക് കിട്ടും. മറ്റൊന്നും ഇനി ഓർക്കണ്ട. അതുമാത്രമല്ല, സുധാകരനും ഭാര്യയും വിഷം കഴിച്ചാണ് കിടന്നതെന്ന് അറിയാതെയാണ് പ്രഭാകരൻ അവരെ ക്ലോറോഫോം അടപ്പിച്ചത്. പിന്നെ പ്രഭാകരന്റെ നിഴൽ കണ്ട് വിഷ്ണു ആ വീട്ടിൽ കയറിയപ്പോഴാണ് ID കാർഡ് നഷ്ടപ്പെട്ടത്. ആ സമയം അവിടെ മോഷണത്തിനായി കയറിയ ജെയിംസ് വെളിച്ചത്തിനായി ആത്മഹത്യക്കുറിപ്പുകൾ കത്തിച്ചതാണ് ഈ കേസ് ഇത്ര സങ്കീർണമാകാൻ കാരണം. ആന്റണി തെച്ചിക്കാടന് 7 വർഷം ശിക്ഷ വിധിച്ച ജില്ലാ സെഷൻസ് കോടതി കൊടും കുറ്റവാളിയായ ചെന്നായ സുഗുണനെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു. ജിക്കുവിന്റെയും പ്രഭാകരന്റെയും കേസുകൾ അനുഭാവപൂർവ്വം പരിഗണിച്ച കോടതി 2 പേരെയും താക്കീത് നൽകി വിട്ടയച്ചു. ജെയിംസ് ചെയ്ത കുറ്റങ്ങൾ കോടതി മുമ്പാകെ തെളിയിക്കപ്പെട്ടെങ്കിലും മാനസാന്തരപ്പെട്ട് കുറ്റം സ്വയം ഏറ്റുപറഞ്ഞതിനാൽ 6 മാസത്തെ വെറും തടവിന് ശിക്ഷിച്ചുകൊണ്ട് കോടതി ഉത്തരവായി. ഇനിയിപ്പോ ഇവളല്ലേ നിന്റെ കൂട്ടിനെ? അപ്പൊ ശരി സാറേ. ചില നല്ല മനസ്സുകളുടെ കാരുണ്യത്താൽ അമ്മുക്കുട്ടിയുടെ ഹൃദയ ശസ്ത്രക്രിയ കൃത്യസമയത്ത് തന്നെ നടന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വർഷത്തെ മികച്ച കുറ്റാന്വേഷകരുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ SI പരമേശ്വരനാർക്ക് ലഭിച്ചു. സസ്പെൻഷൻ പിൻവലിക്കപ്പെട്ട വിഷ്ണു റോയിയും തിരികെ ജോലിയിൽ പ്രവേശിച്ചു. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ സാറേ പോലീസുകാരൻ എന്നെ വിസിറ്റിംഗ് റൂമിൽ ഒന്ന് കാണുന്നു. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കിപ്പോ ഉണ്ടായിരുന്നു. അല്ല സാറന്മാരെ കല്യാണക്കാരിക്ക് എന്തായി? പിള്ളേർക്കൊന്നും ഇപ്പൊ പോലീസുകാരെ വേണ്ടടാ, കള്ളന്മാരെയും പിടിച്ചോരിക്കാരൊക്കെ മതി. സാറന്മാരുടെ ചെറിയ കുറ്റങ്ങളും കുറവുകളും അറിഞ്ഞുകൊണ്ട് തന്നെ നല്ല 2 പെൺകിടാങ്ങളെ സാറന്മാർക്ക് കിട്ടും. കിട്ടൂലേ? പിന്നെ അതെങ്ങനെയാടാ? വിരുദ്ധ ദ്രോഹങ്ങള് ആകർഷിക്കുന്നല്ലേ? എന്നെങ്കിലും വിരുദ്ധ ധ്രുവങ്ങൾ ആകർഷിക്കുമെന്ന പ്രതീക്ഷയിൽ വിഷ്ണുവും റോയിയും തങ്ങളുടെ ജീവിത പങ്കാളിയെ തേടിയുള്ള യാത്ര ഇന്നും തുടരുന്നു.
പക്ഷേ ചെറുക്കൻ പഠിക്കാൻ ഭയങ്കര അമൗണ്ട് കൊടുക്കണായിരുന്നു. പ്ലസ് ടു പരീക്ഷ ഇരുന്ന് ഗംഭീര പനി അങ്ങോട്ട് പിടിച്ചു. അങ്ങനെ പരീക്ഷ തോറ്റത്. അല്ലെങ്കിൽ ഇപ്പൊ എവിടെ എത്തേണ്ട ആളായിരുന്നു. പറഞ്ഞത് ഇതാണ് കുട്ടി, കണ്ടോളാ. ഇത്രയും സൗന്ദര്യമുള്ള കുട്ടി എനിക്കോ? നല്ല കുട്ടി, നല്ല ചിരി. ഭഗവാനെ, എന്നെ ഇഷ്ടായ മതിയായിരുന്നു. ദൈവമേ, ഇതേതാ ഈ സുന്ദരി? ഇതാണ് ചിരി. ആകെ കൺഫ്യൂഷനായല്ലോ. നല്ല സ്വഭാവശുദ്ധിയുള്ള കുട്ടിയായിരിക്കണമെന്ന് പയ്യൻ ഒരേ നിർബന്ധം. അതാ ഇങ്ങോട്ട് തന്നെ വന്നേ.